സുഭദ്രയുടെ നീതി സമരങ്ങൾക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ചുറ്റുവട്ടത്തിലുള്ള പുലയരുടെയും പറയരുടെയും ഒക്കെ കുട്ടികൾ ഒത്തുകൂടി ചെട്ടിക്കുന്നിൽ ഒരു സമ്മേളന സ്ഥലവും പഠനശാലയുമൊക്കെ സുഭദ്ര തയ്യാറാക്കി. കഥകളും പാട്ടുകളും ഒപ്പം സ്വന്തം അവകാശങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ തോതിൽ പരിശീലനം കൊടുക്കാൻ ശ്രീ അണ്ണനും സുഭദ്രയ്ക്കൊപ്പം പിന്തുണയുമായി എത്തിയിരുന്നു. നമസ്കാരം. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ ജീവിതങ്ങളും കഥകളാണ്. വിശപ്പിൻ്റെ വിളിയറിഞ്ഞവർ, അനാഥത്വത്തിൻ്റെ കൈപ്പറിഞ്ഞവർ, അടിമത്തവും വംശീയതയും ജാതീയതയും കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പെണ്ണായതുകൊണ്ട് മാത്രം ചവിട്ടി അരയ്ക്കപ്പെട്ടവർ, പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും വീരകഥകൾ രചിച്ചവർ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ, എഴുതിയാലും തീരാത്ത കഥകൾ. പ്രേംസുജ എന്ന എഴുത്തുകാരിയുടെ നോവലായ സുഭദ്ര ഇന്നത്തെ കാലത്തെ സ്ത്രീ വായിച്ചിരിക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തെ സധൈര്യം പ്രതിരോധം തീർത്തവളുടെ കഥ. ഒരൊറ്റ നോവൽ മാത്രം, അത് മതി ഇന്നത്തെ സ്ത്രീയെയും പഴയകാല സ്ത്രീയെയും തിരിച്ചറിയാൻ. പോയ കാലത്തിൻ്റെ ഗൃഹാതുരതകളിലൂടെ സഞ്ചരിക്കുന്ന സുഭദ്രയിലേക്ക് എഴുത്തുകാരിയുമൊത്ത് ഒരു തിരിച്ചു നടക്കൽ പ്രേംസുജയെ നിങ്ങളുടെ മുമ്പിൽ അടയാളപ്പെടുത്തുകയാണ്. നമസ്കാരം. നമസ്കാരം. ഒരൊറ്റ കഥയാണ്. ആ കഥയുടെ പേര് സുഭദ്ര. സുഭദ്രയിലൂടെ പരിചയപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ. ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ആ വഴികളെക്കുറിച്ചൊക്കെ കഥാകാരി തന്നെ പ്രേക്ഷകർക്ക് മുമ്പിലൊന്ന് പറയും. സുഭദ്ര ഞാൻ എഴുതുന്നത് 4 വർഷം മുമ്പാണ്. 6 വർഷം 2014 ഒക്ടോബറിലാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ എഴുതി തുടങ്ങിയത്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഒരു 2010 അപ്പോഴൊക്കെ തന്നെ എനിക്ക് എഴുതണം എന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരുന്നു. ഇത് സുഭദ്ര എന്നുള്ളൊരു സ്ത്രീയെക്കുറിച്ച് എഴുതാനായിട്ട് തുടങ്ങിയിരുന്നു. പക്ഷേ എനിക്കതൊരു നോവൽ എങ്ങനെ എഴുതണം എന്നോ അങ്ങനെയൊന്നുമില്ല. എൻ്റെ മനസ്സിലെ സമയത്ത് കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന ചില നിമിഷങ്ങളിലൊക്കെ ഞാനത് എഴുതുമായിരുന്നു. സുഭദ്ര എന്നൊരു സ്ത്രീയെക്കുറിച്ച് എഴുതുമായിരുന്നു. കാരണം എനിക്ക് സ്ത്രീ കടന്നു പോകുന്ന തീവ്രമായ ചില അവസ്ഥകളുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവാം. അത് ചിലപ്പോൾ കനലിൻ്റെ വഴികളായിരിക്കാം. നമ്മൾ വളരെ തണൽ ആഗ്രഹിക്കുന്ന, നമ്മൾ വളരെ തണൽ കൊതിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമുക്ക് വളരെ ആശങ്ക നിറഞ്ഞ, സമ്മർദ്ദം നിറഞ്ഞ, വളരെ പരിക്ഷീണമായ ചില അന്തരീക്ഷത്തിലൂടെ നമ്മൾ ഓരോ സ്ത്രീകളും കടന്നു പോകും ഒരു ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൽ. അങ്ങനെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പം അതിനു മുമ്പ് ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് 1-2 കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ചെറിയ വരികളിൽ കൊടുത്തിട്ടുണ്ട് പ്രസിദ്ധി. പക്ഷെ അതൊന്നും ചെറിയ കഥകളാണ്. ശരിക്കും പ്രണയവും വിരഹവും ഒക്കെ വരുന്ന കൊച്ചു കഥകൾ. പക്ഷെ സുഭദ്ര തികച്ചും വ്യത്യസ്തയായിരുന്നു. സുഭദ്ര ഒരു കനലാണ്, കത്തിയെരിയുന്ന ഒരു പോരാട്ടമാണ്. സുഭദ്ര വ്യത്യസ്തയാണ്. സുഭദ്രയുടെ ജീവിതത്തെയോ സുഭദ്രയുടെ സ്വാർത്ഥ മോഹങ്ങൾക്കോ സുഭദ്രയുടെ ജീവിതത്തിന് നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ളൊരു സാഹചര്യത്തിൽ പിറന്ന സ്ത്രീയാണ്. സുഭദ്രയ്ക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തികമായിട്ടാണെങ്കിലും തറവാടിത്തമായിട്ടും വീട്ടിലെ വീട്ടുകാർ പറയുന്ന കാരണവരും വീട്ടുകാരും പറയുന്ന രീതിയിൽ ഒതുങ്ങി ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പക്ഷേ അവിടെ നിന്നിട്ടും അവൾക്ക് ചുറ്റുമുള്ള അധകൃതരായ സ്ത്രീകൾ, പല ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ, കഷ്ടപ്പെടുന്ന സ്ത്രീകൾ, വേദനിക്കുന്ന സ്ത്രീകൾ, അവഗണിക്കപ്പെടുന്നവർ, അങ്ങനെ ഒട്ടനവധി സ്ത്രീകൾക്ക് വേണ്ടി സ്വയം ഒരു പോരാട്ടമായി മാറിയവളാണ്. അപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ചല്ല അവൾ ചിന്തിച്ചത്. മറ്റുള്ളവർക്ക് നീതി നിഷേധിക്കുമ്പോൾ ആ നീതി നിഷേധത്തിനെതിരെ പ്രതികരിച്ചവളാണ് സുഭദ്ര. അതാണ് അവളെ വ്യത്യസ്തയാക്കുന്നത്. കാരണം അവരുടെ മരണം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ തറവാട്ടുകാർ പറഞ്ഞ് അവളെ നിർബന്ധപൂർവ്വം അവളെ മരിച്ചെന്നൊരു കഥ പരത്തുകയായിരുന്നു. ശരിക്കും അവർ നോവലിൽ അത് അവർ മരിച്ചിട്ടുള്ളതല്ല, അവർ ദുരൂഹമായ. ഞാനൊന്ന് ഇടപെടുകയാണ്. സുഭദ്ര എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ്. അതുകൊണ്ടുകൂടി ആ നോവലിനോട് എനിക്ക് കുറച്ചുകൂടെ അടുപ്പമുണ്ട്, ആ പേരിനോട്. പ്രേക്ഷകർക്ക് വേണ്ടി ഇതാണ് പ്രേംസുജയുടെ സുഭദ്ര എന്ന നോവൽ. സമകാലിക വനിതകൾ, സമകാലിക സന്ദർഭങ്ങളിൽ വനിതകൾ വായിച്ചിരിക്കേണ്ട, ഒരു സ്ത്രീ എങ്ങനെയാണ് എന്താണെന്ന് വായിച്ചിരിക്കേണ്ട ഒരു നോവൽ കൂടിയാണ് പ്രേംസുജ എന്ന എഴുത്തുകാരി. ഈ ഒരൊറ്റ പുസ്തകമാണ്. ആ ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കാലത്തിന് മുമ്പ്, കാലഘട്ടങ്ങൾക്ക് മുമ്പ്
ഒരു സ്ത്രീ അനുഭവിച്ച വ്യഥകളിലൂടെയും അവരുടെ പ്രതിരോധത്തെയുമാണ്, അവർ ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്നും അവരെന്തൊക്കെ കണ്ടു എന്നുള്ള കാഴ്ചകളുമാണ്. എങ്ങനെയാണ് സുഭദ്രയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ചുറ്റുപാടും കാണുന്ന ഒട്ടനവധി ജീവിതങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലത്താണേലും പല ജോലികൾ ചെയ്യുന്ന സ്ത്രീകൾ, വേദനിക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാരുടെ ആണധികാരത്തിന് മുമ്പിൽ തല കുമ്പിട്ട് കൊടുക്കേണ്ടി വരുന്ന സ്ത്രീകൾ, അതിൽ സുഖം കണ്ടെത്തുന്നവർ, അതിൽ ആശ്വാസം കണ്ടെത്തുന്നവർ, അല്ല അതിൽ പ്രതിഷേധിക്കാനാവാതെ നിസ്സംഗയായി നിൽക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഒട്ടനവധി സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഞാൻ കണ്ട് അറിഞ്ഞു പോയവർ, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ഓരോ ആൾക്കാരെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവരെൻ്റെ മനസ്സിൽ പതിയാറുണ്ട്. അവരുടെ രീതികൾ, അവർ സംസാരിക്കുന്ന രീതി, അവരുടെ പെരുമാറ്റം, അവരുടെ ചുറ്റുപാടുകൾ, അവരെങ്ങനെ ചിന്തിക്കുന്നു, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിയുന്ന ഒരു രീതിയുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു ഡ്രീമി വേൾഡിൽ എപ്പോഴും ഞാൻ ഇരിക്കുന്ന ഒരാളാണ്, എൻ്റെ സ്വപ്നലോകം. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അവർ സ്വപ്നലോകം എന്ന് പറയുമ്പോൾ എനിക്ക് നാളെ ഭയങ്കര ഒരു ഇതിൽ ജീവിക്കുന്നു, എൻ്റെ ജീവിത സാഹചര്യം വെച്ച് അങ്ങനെയൊന്നുമുള്ള സ്വപ്നങ്ങളല്ല. പക്ഷെ സ്ത്രീ അവരെങ്ങനെയായിരിക്കും, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവരെന്തായിരിക്കും അവരുടെ വേദനകൾ, ആ സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകൾ. അപ്പം അവിചാരിതമായി എൻ്റെ ജീവിതത്തിൽ പറ്റിയ വന്ന ഒരുപാട് വേദനകൾ, അവഗണനകൾ, അപ്പം അതൊക്കെ എനിക്ക് മനസ്സിൽ ഞാൻ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന ഒട്ടനവധി കാരണങ്ങളുണ്ട്, വസ്തുതകളുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് നമ്മൾ കത്തി നിൽക്കുന്ന, നമ്മുടെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീയായി മാറുക എന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീ വ്യഥിതയായിരിക്കുന്ന സമയത്ത് മാത്രമാണ് സ്ത്രീകൾക്ക് അത്രയും പവർ വരിക. ഒരു തണലിൽ സുഖിച്ചിരിക്കുന്ന സ്ത്രീക്ക് ഒരിക്കലും എനിക്കൊന്നും അത്രയും കരുത്ത് പ്രകടിപ്പിക്കേണ്ട കാര്യം വരത്തില്ല. പക്ഷേ വേദനകളും വിഷമങ്ങളും കൊണ്ട് ആലയിൽ ചുട്ടുപഴിപ്പിക്കുന്ന ഇരുമ്പ് പോലെ ആവുമ്പോഴാണ് അതിന് ശക്തി വരുന്നത്. അതുപോലെയാണ് സുഭദ്ര ഒരു തീ തന്നെയാണ്. ശരിക്കും പ്രതിഷേധിച്ചവൾ ഒരു കാലഘട്ടത്തിൽ, ഒരിക്കലും പ്രതിഷേധത്തിൻ്റെ ഇതിലേക്ക് സ്ത്രീകൾ ഇറങ്ങാത്തൊരു കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോരാട്ടമായിട്ട് മാറ്റിയ ഒരു സ്ത്രീ. എങ്ങനെ അത് സ്ത്രീകളോടിപ്പം അന്നും ഇന്നും പുരുഷൻ സ്ത്രീകളെ കാണുന്ന കാഴ്ച, സ്ത്രീകളോടുള്ള മനോഭാവം അതൊരിക്കലും വ്യത്യസ്തപ്പെടുന്നില്ല. എപ്പോഴും അത് തന്നെ തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ ചുറ്റുപാടത്ത് അവൾക്ക് ഏൽക്കേണ്ടി വന്നത്, അവൾ കാണുന്ന അതിനൊക്കെ അവൾ ചെറുതിനെയുള്ള അവളുടെ പ്രതിഷേധം. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ജീവിതം തേടി അവൾക്കൊരു തറവാട്ടമ്മയായിട്ട് ജീവിതം, പക്ഷെ ആ സുഭദ്രയെ നമ്മളാരും അറിയില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് സുഭദ്രയെ വ്യത്യസ്തയാക്കുന്നത് സ്വന്തം ജീവിതം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രതിഷേധിച്ച, നീതി വിശ്വസിച്ച ഒരു സ്ത്രീ സുഭദ്ര, വളരെ ശക്തിയായ അങ്ങനെ ഒരു കഥാപാത്രം എഴുതിയതിലാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ എഴുത്തിൽ ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ എഴുതുന്നുണ്ട്, പക്ഷേ എന്നാലും സുഭദ്ര എന്ന് പറയുമ്പോൾ എനിക്ക് വേറിട്ട് നിർത്തുന്ന എൻ്റെ എല്ലാ വികാരങ്ങളും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഭാവങ്ങളും, എല്ലാ വികാരങ്ങളും, എന്നിൽ നിന്ന് പുറത്തു വരാത്ത, എന്നിൽ ഗൂഢമൂലമായിരിക്കുന്ന പല വികാരങ്ങളാവട്ടെ, അതെല്ലാത്തിൻ്റെ ഒരു പ്രതിഫലനവും കൂടെ ചേർത്ത് തന്നെയാണ് ഞാനൊരു സുഭദ്രയെ. ഇവിടെ കഥ നടക്കുന്ന സ്ഥലം ആക്കുളം കായലുമായി ബന്ധപ്പെട്ട അവിടെയാണോ പ്രേംസുജയുടെ കുടുംബവും എല്ലാം താമസിച്ചിരുന്നതും? അവിടവുമായിട്ട് എന്താണ് ബന്ധം? എൻ്റെ നാട് ആക്കുളത്തിനടുത്താണ്. ശരിക്കും ഞാൻ അറിയുന്ന ചുറ്റുപാടുകളാണ് സുഭദ്രയുടെ ഓരോ ഏരിയയും. സുഭദ്രയിൽ പറഞ്ഞു പോകുന്ന ഓരോ പ്രദേശങ്ങളും എനിക്ക് പരിചിതമായ പ്രദേശങ്ങളാണ്. എൻ്റെ ബാല്യകാലത്ത് ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, വീട്ടുപേരുകൾ, ഇതൊക്കെ എനിക്ക് ചെറിയ ചെറിയ വ്യത്യസ്തത ഞാൻ വരുത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും ആ തറവാടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കാരണം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മൾ ചിലപ്പം അത് ഞാൻ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ അവർ മരിച്ചുപോയ അവരുമായിട്ടൊന്നും അവർക്കൊരു ചിലപ്പം ഉണ്ടായിരിക്കില്ല, സാദൃശ്യം ഉണ്ടാവില്ല. പക്ഷെ തറവാട്ടിലുള്ളവർക്ക് അതൊരു വേദന ഉണ്ടാവാൻ പാടില്ല. ആർക്കും എൻ്റെ നോവൽ അങ്ങനെ ആരും വേദനിപ്പിക്കാറുണ്ട്. അപ്പം എനിക്കറിയാവുന്ന ചുറ്റുപാടുകൾ ഞാൻ കടമെടുത്തു, കഥാപാത്രങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. എനിക്ക് തോന്നുന്ന 50-60ഓളം കഥാപാത്രങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ വളരെ കുഞ്ഞിലെയുള്ള എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടു മറിഞ്ഞ പല കഥാപാത്രങ്ങളുടെ മറ്റൊരു തരം പേരിലൂടെ അറിയപ്പെടുന്ന കഥാപാത്രങ്ങളാണ്. അവരന്ന്
ഒരു 100 വർഷം മുമ്പ് അവരെങ്ങനെയായിരുന്നിരിക്കും, അവർ പൂർവികർ എങ്ങനെയായിരിക്കും അവർ ജീവിച്ചിരുന്നത്, അവരുടെ സംസാരം എങ്ങനെയായിരിക്കും, അവരെങ്ങനെയായിരിക്കും പ്രതികരിച്ചിരിക്കുക, അവരുടെ വികാരം എങ്ങനെയായിരിക്കും പ്രകടിപ്പിച്ചിരിക്കുക മറ്റുള്ളവരോട്, അവരുടെ സ്നേഹം എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭാവനയിൽ നിന്നാണ് ആ സുഭദ്രയുടെ ഓരോ ക്യാരക്ടേഴ്സിനും ഞാൻ പൂർണ്ണ രൂപം കൊടുത്തിട്ടുള്ളത്. സുഭദ്രയെ നെടും തൂണായിട്ട് തന്നെ നിർത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ നോവലിൻ്റെ പേര് എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല, സുഭദ്ര എന്ന് തന്നെ കൊടുത്തത്. കാരണം വളരെ വളരെ സ്നേഹവതിയായ ഒരു ഭാവം സുഭദ്രയ്ക്കുണ്ട്. വളരെ സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്താനാവുന്ന ഒരു പെണ്ണായിരുന്നു. സ്നേഹം കൊണ്ട് അവൾ എന്തും ഇത് ചെയ്യുമായിരുന്നു. പക്ഷേ അവളിലേക്ക് ഒതുങ്ങി അവൾ അങ്ങനെ ഒരു നല്ലൊരു കെയറോ സ്നേഹമോ ഒന്നും അല്ല അവൾക്ക് കിട്ടിയത്. ആകെ ഒരു ആ സഹോദരൻ്റെ ഒരു ഇത് അവൾക്ക് കിട്ടിയതെല്ലാം പുറത്തുള്ളവരിൽ അകറ്റി നിർത്തപ്പെട്ട അയിത്ത ജാതിക്കാരെന്നും പറഞ്ഞ് അകത്ത് നിർത്തപ്പെട്ട ഒട്ടനവധി പേരിൽ നിന്നാണ് അവൾക്ക് റിയൽ ലവ് കിട്ടിയിട്ടുള്ളത്. സഹോദര സ്നേഹമാകാം, മാതൃസ്നേഹമാകാം, അല്ലെങ്കിൽ കൂട്ടുകാരി എന്നുള്ള സൗഹൃദമായിരിക്കാം. അതൊക്കെ അവൾക്ക് തീണ്ടാപ്പാടകലെ അവളുടെ കുടുംബക്കാർ തീണ്ടാപ്പാടകലെ നിർത്തിയിരിക്കുന്ന ആൾക്കാരിലാണ് അവൾ സ്നേഹം കണ്ടെത്തിയത്. ജന്മി കുടിയാൻ വ്യവസ്ഥിതി ആ കാലത്തിൻ്റെ കഥയിൽ ജന്മിയുടെ മകളോ ജന്മിയുടെ കുടുംബത്തിൽ പിറന്നോ ആളാണ് സുഭദ്ര. കുടിയാന്മാരുമായിട്ടുള്ള ഇടപെടലുകൾ അതുതന്നെയാണോ അതിൻ്റെ ഒരു കഥാംശമായിട്ട്? അതെ, കഥാംശമായിട്ടെന്ന് പറയുമ്പോൾ അവൾക്ക് ജന്മി അന്നത്തെ 100 വർഷം മുമ്പ് തിരുവിതാംകൂറിൽ ഒരു ട്രഡീഷണൽ ഭൂവുടമയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അതിന് അവിടെ അവൾക്ക് നൊന്ത കാര്യങ്ങളാണ്, അവൾക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പം ഒരു കേളുനായർ എന്ന് പറഞ്ഞ അതിനകത്തൊരു ക്യാരക്ടർ വരുന്നുണ്ട്, ഒരു കാര്യസ്ഥൻ. നമ്മൾ നമുക്കറിയാം പലരും പുറത്ത് പറയാത്ത പല കാര്യങ്ങളും. ഈ കൊച്ചു കുട്ടികളാകുമ്പോൾ 8-9 വയസ്സ് അവരുടെ ദേഹമൊക്കെ പുഷ്ടിപ്പെടുന്ന സമയം, ആ കുഞ്ഞു കുട്ടിയായിട്ട് അവൾ നിൽക്കുമ്പോൾ, പടം വരച്ചിട്ട് നിൽക്കുമ്പോൾ ഈ കേളുനായർ അവളുടെ ചില ശരീരഭാഗത്ത് മോശമായ രീതിയിൽ തൊടുന്നുണ്ട്, സ്പർശിക്കുന്നുണ്ട്. അപ്പം അത് അവൾക്ക് അയാളോട് പകയുണ്ടാക്കുകയാണ്. അപ്പം അവളുടെ അച്ഛനും മേലെ പ്രായമുള്ള ആൾ. അപ്പം അങ്ങനത്തെ അതൊക്കെ അവളുടെ മനസ്സിലെ അവളെ നിഷേധിയാക്കാനുള്ള ഇൻസിഡൻറ്റുകൾ അവിടെ നിന്നാണ് സന്ദർഭങ്ങളുണ്ടായത്. അവിടെയാണ് അടിയാന്മാർ സ്ത്രീകൾ അവൾ ഋതുമതിയാകുമ്പോൾ അവൾക്ക് കൊടുക്കുന്ന കെയർ, അവൾക്ക് കൊടുക്കുന്ന ആഹാര രീതി, അവളെ കെയർ ചെയ്യുന്നത്, അതേസമയം അവളെ കൂട്ടുകാരിയായ ഒരു അധകൃതയായ പെൺകുട്ടി അവൾക്ക് അതേ ഋതുമതിയാകുന്ന സമയത്ത് അവളോട് കാണിക്കുന്ന അവജ്ഞ, അവൾക്ക് ഭക്ഷണം പോലും കിട്ടാതെ, അവൾക്കൊരു നല്ല തുണി ഉടുക്കാൻ പറ്റാതെ അവൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് സുഭദ്രയുടെ വേദനകളായിരുന്നത്. അതിനെതിരെയൊക്കെയാണ് സുഭദ്ര പ്രതിഷേധിച്ചു തുടങ്ങിയത്. കൂടെ സ്ത്രീകളോടുള്ള സമീപനം മാത്രമല്ല, പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണിയുടെ ദാരിദ്ര്യത്തിൻ്റെ നോവറിയാനും അവന് അവകാശപ്പെട്ടത് കൊടുക്കാനുമൊക്കെ പൊതുവിലൊരു നീതി സമരമായിരുന്നു പുള്ളിക്കാരൻ സുഭദ്രയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സുഭദ്ര എന്ന് പറഞ്ഞത് സുഭദ്രയുടെ ഒരു ജീവിത കാലഘട്ടം നമ്മൾ പറയുന്ന ഒരു കുറച്ച് കാലഘട്ടമേ പറയുന്നുള്ളൂ. പിന്നീട് ദുരൂഹമായിട്ട് അതിനകത്ത് കൊടുത്തിരിക്കണം. ഞാൻ പക്ഷെ പറഞ്ഞു പോകുന്നുണ്ട്, അമ്മലു എന്നൊരു കഥാപാത്രത്തിനെ ഞാൻ അതിൽ സൃഷ്ടിച്ചുകൊണ്ട് നെല്ലുകുത്താൻ വരുന്ന അമ്മലുവിലൂടെ സുഭദ്രയുടെ പിൻകാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുഭദ്ര എങ്ങനെയാണ്, സുഭദ്രയും ശ്രീധരനും ഇവർക്ക് തറവാട്ടുകാർ പറയുന്നത് പോലെ അസ്തമിച്ചിട്ടില്ല. താഴ്ന്ന ജാതിക്കാർക്ക് ഒപ്പം നിന്ന് താഴ്ന്ന ജാതിക്കാരുടെ അവകാശത്തിന് പോരാട്ടം നടത്തിയവരെ ആത്മഹത്യ ചെയ്തു എന്നങ്ങ് പറഞ്ഞു പരത്തിയ ഒരു കഥയാണ് തറവാട്ടുകാർ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. സുഭദ്രയെ കുറിച്ച് തറവാട്ടുകാർ പറയുന്നത് അങ്ങനെയാണ്. സുഭദ്ര ഒതുക്കപ്പെട്ടവൾ, സുഭദ്ര മരിച്ചുപോയി, അവർ കൊന്നു. സുഭദ്രയുടെ സഹോദരൻ ആ ദുഃഖത്തിൽ പറങ്കിമാവിൽ തൂങ്ങി മരിച്ചു. ഇതോടുകൂടി ആ ഒരു ടോപ്പിക്ക് തറവാട്ടുകാർ അസ്തമിപ്പിക്കുകയാണ്. പക്ഷെ ശരിക്കും അതല്ല. സുഭദ്ര ജീവിച്ചു, ശ്രീധരൻ ജീവിച്ചു, മനുഷ്യരായിട്ട് ജീവിച്ചു. ജാതീയതയ്ക്കും അനാചാരങ്ങൾക്കും എതിരെ സ്ത്രീകളായിട്ട് മനുഷ്യരായിട്ട് കണ്ട്, സ്ത്രീകളായെന്ന് മാത്രം മനുഷ്യരായിട്ട് കണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നീതി ബോധത്തിൽ ജീവിച്ച രണ്ട് വ്യക്തിത്വങ്ങളായിട്ട് ജീവിച്ച് തീർത്ത ഒരു വ്യക്തിത്വങ്ങളായിട്ട് ഞാൻ അമ്മലൂരിലൂടെ പറയുന്നുണ്ട്. അമ്മലു എന്നൊരു കഥാപാത്രത്തിലൂടെ അത് പറയുന്നുണ്ട്. തറവാട്ടുകാർ പറയുന്നതല്ല പിന്നെയും സുഭദ്രയ്ക്ക് ജീവിതം ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ഒഴിവാക്കപ്പെടുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രതികരിച്ച് അവൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇതാണ് ഞാൻ സുഭദ്രയിൽ കൊടുത്തിരിക്കുന്നത്. ഈ എഴുത്തിലേക്ക് വരാൻ തോന്നിയ ഒരു ഘട്ടമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എഴുതാമായിരുന്നു. നമ്മുടെ 18 വയസ്സിൽ എഴുതാമായിരുന്നു, 20-ാമത്തെ വയസ്സിൽ എഴുതാമായിരുന്നു. പക്ഷേ നമ്മൾ എഴുതണം എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ട്.
ആ ഘട്ടത്തിലേക്ക് നടന്ന ഒരു കനൽ വഴിയുണ്ട്. എന്താണ് കനൽ വഴി? ഇപ്പം ഞാനിപ്പോൾ എന്നെ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും എന്നെ ഈ ഹാപ്പി ആയിട്ടുള്ളൊരു മൂഡ് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാൻ വളരെ സന്തോഷമായിട്ട് ചിരിച്ചു. പക്ഷെ അതിന് എന്നിലെ ഞാൻ കരഞ്ഞ ഒരു കാലമുണ്ട്. കരഞ്ഞ് തീർത്ത ഒരു മാസ്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ കരച്ചിൽ വേറൊരാൾക്ക് സന്തോഷം കിട്ടുമോ? ഇല്ല. അവരും കൂടെ വേദനിക്കുകയല്ലേ ഉള്ളൂ. നമ്മുടെ ചിരി പക്ഷേ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടും. ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നു, വളരെ ചിരിച്ച് സന്തോഷവതിയായിട്ട് ഞാൻ സംസാരിക്കുന്നു. ആ കുറച്ച് സമയം താങ്കൾ സന്തോഷിക്കണം. അതേസമയം ഞാൻ ഇവിടെ ഇരുന്ന് എനിക്ക് വന്നുപോയ എനിക്ക് പറ്റിയ വളരെയധികം ക്രൂരതകളോ വേദനകളോ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സും വേദനിക്കും, ഇല്ലേ? ഒരു ടെൻഷൻ വരും. അപ്പം അത് ഉണ്ടാവാതെ ഞാൻ അതൊക്കെ എന്നിലേക്ക് തന്നെ ഒതുക്കി എൻ്റെ മറ്റുള്ളവർക്ക് അങ്ങനെ ബാധിക്കണ്ട, അത് എൻ്റെ ഉള്ളിലിരുന്നോട്ടെ എന്നുള്ള രീതിയിൽ അടക്കി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഞാൻ പ്രതീക്ഷിക്കാത്ത വന്ന ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കെപ്പോഴും ഞാൻ പറയും, ഞാൻ എൻ്റെ വീട്ടിലെ 8 അംഗങ്ങളിൽ ഏറ്റവും ഇളയവളാണ്. ഒരു തലമുറയുടെ ഞങ്ങളുടെ അമ്മയുടെ സിസ്റ്റേഴ്സുമാർ 3-4 സിസ്റ്റേഴ്സ്, അവരുടെ തലമുറയിൽ തന്നെ മക്കളുടെ ജനറേഷനിൽ ഞാൻ ഏറ്റവും ഇളയതും ഒരു ജനറേഷൻ്റെ ഏറ്റവും മുകളിലുള്ളത് എൻ്റെ അമ്മയെക്കാളും പ്രായമുള്ള ചേച്ചിയും ചേട്ടന്മാരും ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ഇളയത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇത്രയും പേരുടെ കെയറോ സ്നേഹം ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ആ സ്നേഹത്തിൽ ചേച്ചിമാർ ചേട്ടന്മാർ എനിക്കൊന്നും അറിയേണ്ടാത്തതിൽ എന്താ പറയുക, ഇങ്ങനെ ഒതുക്കി സുഖമായിട്ട് വന്നൊരു സുഖിമതിയായിട്ട് വന്ന. പക്ഷെ റിയൽ ലൈഫിൽ ജീവിതത്തിൽ നമുക്ക് കാത്തു വച്ചിരുന്നത് കനൽ വഴികളാണ്. ഞാൻ കണ്ട ജീവിതമേ അല്ല എനിക്കിത് വന്നത്. എനിക്കെപ്പോഴും ഒരു കൂട്ട് എന്നെ ഇങ്ങനെ എനിക്ക് എന്തും തുറന്നു പറയാനും എല്ലാ വികാരങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജീവിത കൂട്ട് കിട്ടുക, എൻ്റെ പങ്കാളിയാവുക, അതിന് അദ്ദേഹത്തിന് രൂപം ജീവിക്കുക, അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചതും. എല്ലാ പെൺകുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും, പ്രതീക്ഷകളോടെയാണിത്. പക്ഷേ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വരുന്ന അത് വളരെ തിക്താനുഭവങ്ങളായിരിക്കാം. ആ തിക്താനുഭവങ്ങൾ വരുമ്പോൾ സ്ത്രീ കരുത്ത് വരും. സ്ത്രീക്ക് കരുത്താർജിക്കാൻ പറ്റുക തിക്താനുഭവങ്ങളിലാണ് അവൾ തിരിച്ചറിയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതം തിരിച്ചറിഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ് എൻ്റെ ജീവിതം. എന്താണ് എൻ്റെ ദൗർബല്യങ്ങൾ, എന്താണ് എൻ്റെ ശക്തി എന്നൊക്കെ എന്നെ തിരുത്തി തന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ നോവൽ എഴുതുന്നത്. എൻ്റെ ദുർബലതകൾ എൻ്റെ സ്വപ്നങ്ങൾ അതൊക്കെ ഞാൻ ഒട്ടും പ്രാക്ടിക്കലല്ല, എപ്പോഴും ഇമോഷണൽ ഇതാണ് ഞാൻ എപ്പോഴും. അപ്പം ഞാൻ എൻ്റെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒക്കെ ആയിരിക്കണം എന്നില്ല അവരുടെ മനസ്സിലുള്ളത്. അപ്പം നമ്മളത് അറിയുമ്പോൾ, റിയലായിട്ട് അറിയുമ്പോൾ നമുക്ക് വേദനിക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? സുഭദ്ര പക്ഷേ പ്രതിഷേധിച്ചവളാണ്. ഞാൻ അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ ഇതിലേക്ക് ഞാൻ പോകാറില്ല. ഞാൻ എനിക്കിഷ്ടമില്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറാനേ ശ്രമിക്കാറുള്ളൂ. പ്രായപൂർത്തിയായതിനു ശേഷം സ്വയം തിരഞ്ഞെടുക്കപ്പെട്ട വഴികൾ ഏതൊക്കെയാണ്? പ്രായപൂർത്തിയായ ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിപ്പം എൻ്റെ മകനിലേക്ക് വരേണ്ടി വരും. ഞാൻ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഭയങ്കര നിഷേധിയായിട്ടുള്ള ഒരു അച്ഛനാണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക, നല്ലവനായ ഒരു അച്ഛൻ. അപ്പം അച്ഛൻ്റെ പ്രവർത്തനങ്ങളും അച്ഛൻ മറ്റുള്ളവരോട് ഇടപെടുന്നതൊക്കെ കണ്ട് ത്രില്ലടിച്ചിട്ട് ഭയങ്കര അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അച്ഛൻ അമ്പലത്തിലൊന്നും അത്ര വിശ്വാസിയല്ല. അപ്പോൾ ദൈവത്തിനെ നിന്നിച്ച് അമ്മ ശബരിമലയിൽ പോകാനായിട്ട് എല്ലാ വർഷം പോകുമ്പോഴും അച്ഛൻ പറയും ടൂറിന് പോകുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു. അമ്മ ഭയങ്കര ഈശ്വരവിശ്വാസിയാണ്. അപ്പം ഇതിനിടെ ഞാനിങ്ങനെ രണ്ടിനും ഇടയ്ക്കല്ലാത്തൊരു മോൾഡ് ചെയ്യപ്പെട്ട ആളാണ്. അപ്പം ചിലപ്പോൾ എനിക്ക് അമ്മയെടുത്ത് ദൈവമൊന്നുമില്ല, അങ്ങനെയല്ല, എൻ്റെ ജാതകമൊക്കെ ഞാൻ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വലിച്ച് കീറിയൊക്കെ എൻ്റെ 17 വയസ്സിൽ വലിച്ച് കീറിയൊക്കെ അമ്മയുടെ മുമ്പിലോട്ട്. അമ്മ വേദനിച്ച ചില വേദന ഉണ്ടല്ലോ, വേദനിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും. ഇന്ന് എൻ്റെ മകൻ എന്നോട് അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നത്, ജസ്റ്റ് അത് വിഗ്രഹമാണ്, ഒരു കൊത്തുപണി ചെയ്ത ഒരു ഇതല്ലേ അമ്മ, ഒരു പ്രതിമയല്ലേ അമ്മ ഇങ്ങനെ സംസാരിക്കുകയും ആരാധിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു പടമല്ലേ, ഒരു ഫോട്ടോ അല്ലേ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മോനെ അല്ല, അതിനപ്പുറം ഒരു ശക്തിയുള്ള ഒരു ദൈവം, ഒരു പ്രപഞ്ച ശക്തി. ഞാൻ അന്നും ഇന്നും ഒരു ഈശ്വര വിശ്വാസിയാണ്, വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ. അത് ഏത് രൂപം ആയിക്കൊള്ളട്ടെ, എനിക്ക് മേലെ നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ലോകം നിയന്ത്രിക്കുന്ന പ്രപഞ്ച ശക്തിയിൽ നിന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ എൻ്റെ മോൻ നിഷേധമായിട്ട് കാണിക്കുമ്പോൾ എനിക്ക് വേദന വരുന്നുണ്ട്.
അപ്പം അങ്ങനെയൊക്കെ എൻ്റെ ചെറിയ ചെറിയ നിഷേധങ്ങൾ പണ്ട് കാണിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഇതല്ലാതെ എനിക്ക് വേറെ വലിയ പരിക്കുകളൊന്നും എൻ്റെ ഫാമിലിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ലാളന തന്നെ കിട്ടിയിട്ടുള്ളൂ, ശരിക്കും ലാളന തന്നെ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഒരു 18 വയസ്സാകുമ്പോൾ സ്വയം ഏൺ ചെയ്യാനും ചെറുതായിട്ടൊക്കെ ഏൺ ചെയ്യാനും സ്വയം ഒരു വ്യക്തിത്വം ആർജിക്കാനും, പിന്നെ MG കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു SFI ABVPയുടെ കോട്ടയായ SFI MG കോളേജിൽ SFIയുടെ വളർച്ചയുടെ സമയം, ആ സമയത്ത് യൂണിയൻ SFI പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നടക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, പുതിയ പുതിയ കൂട്ടുകൾ, പുതിയ പുതിയ ചിന്താഗതികൾ, ഇങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ ഒരു മറ്റു തരത്തിൽ മാറിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ പാർട്ടി വഴിയും അങ്ങനെയൊക്കെ പോകാൻ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ MBS യൂത്ത് കെയറിൽ ചേർന്നു. MBS യൂത്ത് കെയറിൽ ചേരുമ്പോൾ അവിടെ പരിസ്ഥിതി, ഒട്ടനവധി പ്രകൃതിയെക്കുറിച്ചൊക്കെയുള്ള പാട്ടുകൾ, P. ഭാസ്കരൻ സാറ്, ONV സാറിൻ്റെയൊക്കെ നല്ല കവിതകൾ പഠിക്കുന്ന കൂട്ടമായിട്ട് ഒന്നിച്ച് ചേർന്ന് അത് തന്നെ ഒരു ജനകീയ പ്രസ്ഥാനമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയില്ല 100ഓളം പേര് പല സാഹചര്യത്തിൽ നിന്ന് വന്ന യുവാക്കൾ ഒരേ സ്വരത്തിൽ പാടുക, ലെറ്റ് us sing together, ഒരേ സ്വരത്തിൽ പാടുക. അപ്പോൾ അതിനൊരു കൂട്ടായ്മ, അതിലൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നിലോട്ട് പോയിട്ട് എൻ്റെ ജീവിത തീരുമാനങ്ങൾ പോലും ഞാൻ സ്വയം എടുത്തതാണ് ജീവിതത്തിൽ എടുക്കേണ്ടത്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ അല്ലാതെ എൻ്റെ രീതിയിൽ പോയിരുന്നാൽ ഒരുപക്ഷെ ഞാനുണ്ടാവില്ല, ഇന്നത്തെ ഞാനുണ്ടാവില്ല. പക്ഷെ മറ്റൊരു തരത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ചിലപ്പം ജീവിച്ചേക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റാത്തത്, ഞാൻ ഒതുങ്ങിക്കൂടിയത്, നാവെടുത്ത് പ്രതിഷേധിക്കാൻ പറ്റുന്ന ഘട്ടങ്ങളിൽ പോലും എന്നെ ഒരു കാലഘട്ടത്തിൽ സ്നേഹിച്ച, ഇപ്പം ഞാൻ ഒരാളെ ശത്രുവായി മാറുന്നു, ഞാൻ ശത്രുവാക്കിയതല്ല, എനിക്ക് ശത്രുവായി, പക്ഷെ ആ ആൾ എനിക്ക് സന്തോഷം തന്ന ആളായിരിക്കാം ഒരു കാലഘട്ടത്തിൽ. ഒരു നിമിഷമെങ്കിലും ഞാൻ ആനന്ദം അയാളിൽ നിന്ന് സൗഹൃദവും സ്നേഹവും പങ്കിട്ടവളായിരിക്കാം. അങ്ങനെയുള്ള മോമെൻറ്റ്സ് ആയിരിക്കും എൻ്റെ മനസ്സിൽ കിടക്കുക. ആ വ്യക്തിയുടെ നെഗറ്റീവ്സ് എന്തെങ്കിലും വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിക്കുക, എന്നെ ഇങ്ങനെ സഹായിച്ച അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ സ്നേഹിച്ച ആ നിമിഷങ്ങൾ വരെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും, നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റത്തില്ല. ശക്തമായിട്ട് പ്രതിഷേധിക്കാനും പറ്റാത്തിടങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചില വിധികളൊക്കെ നമ്മൾ സ്വയം അങ്ങ് ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് സ്ത്രീകൾക്ക് നല്ല പരിരക്ഷയുള്ള സംസ്ഥാനമാണ്, രാജ്യമാണ് സ്ത്രീകൾക്ക്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ അതിനൊന്നും പോകാതെ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ചില അവസ്ഥകൾ സ്ത്രീകൾക്കുണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഒരു രീതിയാണ്, എൻ്റെ ഇമോഷൻസാണ് എന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്തോ അല്ലെങ്കിൽ അതിന് കണക്ക് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് വാങ്ങാതെയും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മുടെ ഒന്നിനും കണക്ക് വയ്ക്കാതെ സ്വയം പിന്മാറുക. നമ്മൾ വ്രണപ്പെട്ട ഹൃദയവുമായിട്ട് നമ്മൾ പിന്മാറുമ്പോൾ നമ്മുടെ ഏകാന്തതകൾ, നമ്മുടെ ദിനരാത്രങ്ങൾ എല്ലാം ശാന്തമായിട്ട് സമൂഹം മൊത്തം ഉറങ്ങുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കും. നമ്മളെ നീറ്റൽ നമ്മളെ ഉറക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകും. അങ്ങനെ മുഴുകിയ സമയത്ത് അന്ന് എനിക്ക് തീവ്രമായ ഒരു പ്രണയകഥയോ അല്ലെങ്കിൽ ഒരു വളരെ സന്തോഷകരമായ ഒരു നല്ലൊരു കഥയോ പ്രണയവും സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു സ്ത്രീയുടെ കഥയൊന്നും എഴുതാൻ എനിക്ക് പറ്റിയ മാനസികാവസ്ഥയല്ലായിരുന്നു എൻ്റെ. അന്ന് എനിക്ക് എഴുതാൻ പറ്റുന്നത് എനിക്ക് ആകാൻ പറ്റാത്ത, എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ വികാരങ്ങൾ എന്നെ ഭരിച്ചിരുന്നൊരു കാലഘട്ടത്തിലാണ്. അവഗണനയുടെയും അവജ്ഞയുടെയും ചുറ്റുപാട് ഞാൻ ഏൽക്കാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഉത്തരവാദിത്വങ്ങൾ, അതെനിക്ക് എന്നും ഒരു ഭയമാണ്. ഞാനൊരു ഉത്തരവാദിത്വങ്ങൾ എടുത്ത സ്ത്രീയല്ല, എടുത്തിട്ടുള്ളതല്ല. എന്നെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെറുതിലേക്ക് അപ്പം എനിക്ക് വലിയൊരു അഗ്നിപർവ്വതം പോലെ എൻ്റെ ജീവിതം എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ അത് പകച്ചു നിന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ മാനസികാവസ്ഥയിലാണ് ഞാൻ സുഭദ്ര എഴുതുന്നത്. സുഭദ്രയുടെ ഓരോ അധ്യായത്തിലോ അല്ലെങ്കിൽ ഓരോ വാക്കിലോ മൂർച്ചയുണ്ടെങ്കിൽ അത് എന്നിലെ വ്രണമാണ്, എന്നിലെ വൂണ്ടുകളാണ് ആ മൂർച്ച കൊടുത്തത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആലയിലിട്ട് മൂപ്പിച്ചതാണ്. എഴുത്തുകാരി അനുഭവിച്ച വ്യഥകളും വേദനകളും വൈഷമ്യങ്ങളും അത് സ്വയം ഉള്ളിലേക്ക് ഒതുക്കി ഒളിച്ചു നിൽക്കുകയും എഴുത്തിൽ വന്ന സുഭദ്ര വളരെ പ്രതിരോധശേഷിയുള്ള സ്ത്രീയാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടി. ഇപ്പം മാറി നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു 10 വർഷം ബാക്കിൽ ചിന്തിക്കുമ്പോൾ
ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്താൽ എനിക്ക് എന്താ നെറ്റ് എഫക്റ്റ് കിട്ടുക? എൻ്റെ റിസൾട്ട് എന്തായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്ത് റിസൾട്ടായിട്ടും ഉണ്ടാവുക? എന്നും അന്നും ഇന്നും ആണധികാരത്തിന് ഒരിടത്തും മങ്ങലൊന്നും ഏറ്റിട്ടില്ല. പലതരത്തിലുണ്ട്, പലയിടങ്ങളിൽ പലതരത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷം കിട്ടുമോ? എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ എനിക്ക്? നമ്മളൊരു കാര്യം വെളിവാക്കുന്നത് വഴി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തുറന്ന് സംസാരിക്കുന്നത് വഴി ഒരു വളർച്ചയിലേക്കോ മറ്റൊരാളെ ആനന്ദം കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് പറയാം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതും ആണെങ്കിൽ നമ്മൾ പറയാതിരിക്കുകയല്ലേ നല്ലത്. സുഭദ്രയെ പക്ഷേ മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധമായിട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് അത് തീവ്രമായ രീതിയിൽ ഞാൻ എഴുതിയത്. സുഭദ്ര ഒരു വൈവാഹിക ജീവിതം തകർന്നൊരു സ്ത്രീയല്ല. സുഭദ്ര വിവാഹിതയല്ല, ഒറ്റയാണ്. അതുകൊണ്ട് തന്നെ സുഭദ്രയുടെ പോരാട്ടം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സുഭദ്ര അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു സ്ത്രീയാണ്, കരുത്തേറിയ ഒരു സ്ത്രീയാണ്. അപ്പോൾ സുഭദ്രയിൽ കൂടെ ഞാൻ എൻ്റെ പ്രതിഷേധങ്ങൾ ആ തരത്തിലേക്ക് ഞാൻ ദിശ മാറ്റി വിട്ടു എന്നേ ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റാമായിരുന്ന കാര്യങ്ങൾ ഇങ്ങനെ സുഭദ്രയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, ധാരാളം പ്രശ്നം. ഇപ്പം നിയമം പരിരക്ഷയുണ്ട്, സാമൂഹ്യ വ്യവസ്ഥിതി വളരെയധികം മാറിയെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടും. നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ, ലൈംഗിക ചൂഷണത്തിൻ്റെ പേരിൽ, അന്യസംസ്ഥാനക്കാരുടെ മൃഗീയമായ പീഡനത്തിൻ്റെ പേരിൽ, ഭർത്താവ് ഭാര്യയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കുന്ന ഈ അടുത്ത കാലത്ത് കഴക്കൂട്ടത്തൊരു സംഭവം ഉണ്ടായതാണ്. അപ്പോൾ ഈ എഴുത്തിൽ സുഭദ്ര എന്നുള്ള സ്ത്രീ എന്തുകൊണ്ട് മറ്റ് സ്ത്രീകൾ സുഭദ്രയെ പകർന്നാടുന്നില്ല? പല കാരണങ്ങളുണ്ട്. കാരണം പഴയ കാലമല്ല, ഇന്ന് എന്ത് സ്ത്രീകൾക്ക് എവിടെ പോയാലും സ്ത്രീകൾക്ക് നിയമ പരിരക്ഷ എല്ലാം ഉണ്ടെങ്കിൽ പോലും സ്ത്രീക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാനും താങ്കളും ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ടോ? സാമൂഹ്യ നീതി എന്ന് പറയുന്നത് കിട്ടുന്നുണ്ടോ ശരിക്കും? സാമൂഹ്യ നീതി എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ ഉണ്ട്. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് മാറാതെ, മനുഷ്യൻ്റെ ഹൃദയം മാറാതെ, മനുഷ്യൻ്റെ മനസ്സ് മാറാതെ ഒരിക്കലും ഇതിനൊന്നും യാതൊരു അന്ത്യവും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ആർത്തിയാണ്, ജീവിതത്തിനോടുള്ള ആർത്തി, എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയാണ് മനുഷ്യർക്ക്. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ്? അവൻ പഠിക്കുമെങ്കിൽ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആവട്ടെ, പഠിക്കുന്നൊരു കുട്ടി ആയിക്കോട്ടെ. അതല്ല, അവനെ കൊടുത്താങ്ങാനാവാത്ത ഭാരം. ഗൾഫ് നാടുകളിലും അവിടെയും ഇരുന്ന് അധ്വാനിച്ച ഒരു ജീവിതം മുഴുവൻ അധ്വാനിച്ച പൈസ കൊടുത്ത് അഡ്മിഷൻ എടുക്കുന്നു, മെഡിസിൻ ആവട്ടെ എഞ്ചിനീയറിങ്ങിനാവട്ടെ. ആ താങ്ങാത്ത ഭാരവും പേറി ഇറങ്ങുന്ന കുട്ടികൾ അതിറങ്ങിക്കഴിഞ്ഞിട്ട് ആ ചിലവാക്കിയ പൈസയുടെ ഇരട്ടി അവനെ കൊണ്ട് കണക്ക് പറഞ്ഞ് വാങ്ങിപ്പിക്കാൻ തോന്നുന്ന മാനസികാവസ്ഥ മാതാപിതാക്കളുടെ. അവിടെ വിലയിട്ടെടുക്കുന്ന ആരെയും ഒരു പെൺകുട്ടിയെ, അവളൊരു മനുഷ്യജീവിയുടെ പരിഗണന അവർക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ തരത്തിലുള്ള കച്ചവട മനോഭാവവും ഈ തരത്തിലുള്ള മാനസികാവസ്ഥയും ആണ് ഇന്നത്തെയും ഇക്കാലത്തെയും ഈ സ്ത്രീകൾക്ക് നീതി കിട്ടാത്തതിൻ്റെ പ്രധാന. എത്ര കുട്ടികളുണ്ട്? എനിക്ക് 2 ആൺമക്കളുണ്ട്. എന്ത് ചെയ്യുന്നു? മൂത്തയാൾ ഷെഫ്, ഇൻ്റർനാഷണൽ ഷെഫ് അക്കാഡമിയിലാണ്, കോഴ്സ് കഴിഞ്ഞു. അടുത്തത് ഹയർ കോഴ്സിന് വേണ്ടി പോകാനായിട്ട്. കൊച്ചാൾ 16 വയസ്സ്, 8ാം ക്ലാസ്സിലൊരു സെലക്ഷൻ ഇവിടെ ബാംഗ്ലൂർ നടന്നപ്പോൾ ഫുട്ബോൾ അക്കാഡമിയുടെ ഫുട്ബോൾ അക്കാഡമിയുടെ ഇത് കിട്ടിയപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടി. അവൻ അവിടെയാണ് പഠിക്കുന്നത്, ഡൽഹിയിൽ. ഫുട്ബോളാണ് അവൻ്റെ ഏരിയ, അവൻ്റെ ഇഷ്ടം. 2 പേരുടെ ഇഷ്ടത്തിനാണ് വിട്ടത്. എനിക്കിഷ്ടങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇളയമോനെ എഴുതാൻ കഴിവുണ്ട്. അവൻ്റെ കൊച്ചുനാളിലെ 4ാം ക്ലാസ്സിലേക്ക് നോട്ട്ബുക്കിൽ അവൻ കുഞ്ഞു കഥകൾ പോലെ എഴുതിയിടുന്നുണ്ട്. AR പ്രൊഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്യുതരാമൻ എന്നാണ് മക്കളുടെ പേര്. അപ്പോൾ ഇത് 2 കൂടി ചേർത്ത് അവർ പ്രൊഡക്ഷൻ സിനിമ തയ്യാറാക്കുക. ഇങ്ങനെയൊക്കെ അവൻ്റെ ഭാവനകൾ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ ചിലപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ അല്ല, മാറിയപ്പോൾ അവൻ്റെ ഫുട്ബോളായി അവൻ്റെ ഇത്. അവിടെ നിന്ന് ഞാൻ പിടിച്ച് വലിച്ചില്ല. എന്തിഷ്ടമാണോ അതിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്നെക്കൊണ്ട് എനിക്കെടുക്കാവുന്നതിലപ്പുറം ഭാരം ഞാൻ ചുമന്നാലും അവരുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് ഞാൻ കരുതി ആ വഴിക്ക് മുന്നോട്ട് വിട്ടു.
അവരുടെ മനസ്സിന് എന്താണ് ശക്തി കൊടുക്കുന്നത്, എന്ത് സന്തോഷം കൊടുക്കും, അവർക്ക് സ്വപ്നം കാണും. അവരുടെ സ്വപ്നം ഞാനായിട്ട് കെടുത്തരുത്, എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക, പറ്റാവുന്ന അവിടെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ ജീവിതം എടുക്കാം. ഒറ്റപ്പെട്ടു പോയത് എപ്പോഴാണ്? ഇത് തന്നെ ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടപ്പോഴാണ്. ഞാൻ ഒറ്റപ്പെട്ടപ്പോൾ അവിചാരിതമായിട്ട് ഒറ്റപ്പെട്ടപ്പോൾ തന്നെയാണ്. പക്ഷേ അപ്പോഴേ ഒറ്റപ്പെടുക എന്ന് വെച്ചാൽ കുഞ്ഞാൺകുട്ടികളായിരുന്നു വളരെ. അപ്പം കുട്ടികളെ നമ്മൾ വളർത്തുക എന്ന് വെച്ചാൽ ആൺകുട്ടികളെ വളർത്തുന്ന മിക്കവാറും അമ്മമാർക്കറിയാം വളരെ പ്രയാസമാണ്, വികൃതിയാണ്, ഭയങ്കര വികൃതി കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് വെച്ചാൽ ഒരു വലിയ കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അവളെ പൂർണ്ണയാക്കുന്നത് അവളെ നല്ലൊരു മാതാവാകുമ്പോഴാണ്, നല്ലൊരു അമ്മയാകുക. എല്ലാ സ്ത്രീകളും അങ്ങനെ ശ്രമിക്കുക. ആ സമയത്തൊക്കെ എഴുതാനുള്ള സമയം കിട്ടാറുണ്ട്. ഇതാ ഞാൻ പറഞ്ഞു, എൻ്റെ മക്കൾ ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ എഴുതണേ. രാത്രികൾ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുതും. മറ്റൊരു ചിന്തയിലേക്ക് എനിക്ക് പോയിരുന്നപ്പോൾ എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ട്, പറയും, ഓരോ വാഴയിലെയും പ്രപഞ്ചം മൊത്തം നമ്മളെ മടക്കി വിളിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുള്ളവരെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു പരലോകത്താണെന്ന് ഞാൻ ധരിച്ച കാലഘട്ടം. അവരിലേക്ക് ചെന്ന് ചേരാൻ തോന്നിയ സമയം. അപ്പോൾ അങ്ങനെയൊക്കെ അവരിലേക്ക് എത്താം. ഇവിടെ എന്നെ സ്നേഹിക്കുന്നവരാരുമില്ല ഭൂമിയിൽ, എന്നെ വേദനിപ്പിക്കുന്നവരേ ഉള്ളൂ. എനിക്ക് നീതി കിട്ടൂല, ഇവിടെ മതിയാക്കണം, ഇങ്ങനെയൊക്കെ തോന്നുമ്പോഴൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എഴുത്താണ്. തീർച്ചയായിട്ടും ഞാൻ ഇല്ലാതാവി പോവേണ്ട ചെറിയ സെക്കൻഡ് കൊണ്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും ഇതിൻ്റെ പിന്നിൽ എഴുതണം, ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഒട്ടനവധി പേര്. എനിക്ക് എൻ്റെ പഴയ സുഹൃത്ത്, എൻ്റെ കൂടെ 10-30 വർഷത്തിന് മുമ്പുള്ള കൂട്ട് GS പ്രദീപ്, അശ്വമേധം പ്രദീപ് അന്ന് രോഗത്തിൻ്റെ അസുഖം വന്നിട്ട് വളരെ രോഗാവസ്ഥയിൽ നിന്ന് മാറി വന്ന സമയം. അപ്പോഴെന്നെ എൻ്റെ മകനിലൂടെ കണ്ടു, ഒരു മകനെ കണ്ടപ്പം എൻ്റെ മകനെ പരിചയപ്പെട്ടു. അവൻ ചെന്ന് പരിചയപ്പെട്ടു, ഞാൻ ഇന്നരുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. മകനാണ് വിളിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ലൈഫിൻ്റെ എൻ്റെ വിഷമങ്ങൾ, അന്നത്തെ എൻ്റെ വേദനകളൊക്കെ അറിഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഫോണിൽ വിളിക്കുമായിരുന്നു, ഒരു 2 മാസം കൂടുമ്പോഴോ എപ്പോഴേക്കും. അത് പക്ഷേ എനിക്ക് വളരെ എനർജി ആയിരുന്നു. കാരണം നിനക്ക് പറ്റും സുജ, നിനക്ക് എന്തുകൊണ്ട് പറ്റില്ല? നീ എഴുതി കളയുന്ന പേപ്പറുകൾ നീ സൂക്ഷിച്ച് വയ്ക്കുക, അതിനെ തിരുത്തി വീണ്ടും എഴുതും. നിൻ്റെ മനസ്സിലെ എഴുത്താണ് നിനക്ക് മനസ്സിൽ വരുന്നെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും, നീ എഴുതും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താ, പാട്ട് കേൾക്കും, പഴയ പാട്ടുകൾ, നല്ല പാട്ട് കേൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കുക, ഇങ്ങനെ. പക്ഷെ നീ എഴുതുക എന്ന് പറയും, നിനക്ക് പറ്റുന്ന മേഖലയാവുന്നെനിക്ക് നീ അത് എഴുതുന്നു. അങ്ങനെ പ്രോത്സാഹനം തന്നു എൻ്റെ സീഡിറ്റിലെ കൂട്ടുകാർ, പത്രമാധ്യമങ്ങളിലുള്ളവർ, ജേർണലിസ്റ്റുകൾ. സുജ എഴുത്, സുജയ്ക്ക് അത് നല്ല സമയം അതിനകത്ത് ചെയ്യാൻ പറ്റി. അങ്ങനെ എൻ്റെ സൗഹൃദങ്ങളിലൂടെയാണ് ഞാനൊരു എഴുത്തുകാരിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ ജോലി ഇപ്പോഴും സീഡിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴെന്നല്ല, ഞാൻ സ്ഥിരമായിട്ടൊരു സ്ഥാപനത്തിൽ തന്നെ സീഡിറ്റിലാണ്. ഞാൻ 2002 സീഡിറ്റിൽ ജോയിൻ ചെയ്തതാണ്. റിപ്പോർട്ടർ, ജേർണലിസ്റ്റായിട്ട് PRDയുടെ വിഷ്വൽ മീഡിയയിലെ റിപ്പോർട്ടറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മീഡിയ കോഴ്സിൻ്റെ ഇതിലേക്ക് മാറി സീഡിറ്റിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ സീഡിറ്റിൽ ജോലി ചെയ്യുമ്പോഴും എൻ്റെ ഈ പ്രശ്നങ്ങളുടെ സമയത്തും എനിക്ക് ശബ്ദം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ എല്ലാ മാധ്യമങ്ങളിലും നറേഷനും, ഡോക്യുമെൻ്ററി നറേഷൻ, ആറ്റുകാൽ പൊങ്കാലയുടെ ലൈവ് ചെയ്യുക, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ആകാശവാണിയിലുള്ള അനൗൺസ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പം അങ്ങനെയും ഞാനൊരു എൻ്റെ പാതകൾ അതിലൂടെയും എൻ്റെ മനസ്സ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, 4 അവാർഡ് കിട്ടിയിട്ടുണ്ട്. മനോജ് മനയിൽ അമൃത TVക്ക് വേണ്ടി ചെയ്ത പ്രദക്ഷിണത്തിൽ അമ്പലങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിന് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞ് അതിന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടി 2006. 2007 കൃഷ്ണകുമാരൻ തമ്പി സ്മാരക കമൻറ്റേറ്റർ അവാർഡ് കിട്ടി. പിന്നെ 2010 മച്ചാട്ടു വാസന്തിയെക്കുറിച്ച് അമൃത TVക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ താരം നാന വേണുകുമാർ സംവിധാനം ചെയ്ത ആ ഡോക്യുമെൻ്ററിക്ക് എൻ്റെ വിവരണത്തിന് പിന്നെ അവാർഡ് കിട്ടി. അങ്ങനെ 4ഓളം അവാർഡ്. പിന്നെ SIETയുടെ മുകുളങ്ങൾ, ആശപ്രഭ, KSFDCയിലെ എൻ്റെ കൂട്ടുകാരി തന്നെയാണ്, ആശപ്രഭ സംവിധാനം ചെയ്ത മുകുളങ്ങൾക്ക് SIETയുടെ ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. ആക്കുളം പഴയ അതാണോ അതോ അവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനവിടെ ആക്കുളം ബ്രിഡ്ജിനപ്പുറം പുല്ലിക്കാട് എന്ന് പറഞ്ഞൊരു നല്ല പക്ക ഗ്രാമം,
പുല്ലുകാട്, കുഴിവിള, കരിമണൽ, അതൊക്കെ അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, വേളി, ഇതൊക്കെ. ഇപ്പോൾ ആ ബൈപ്പാസിലൂടെ കഴക്കൂട്ടം ലുലു മാൾ കെട്ടുന്ന ആ ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ചുറ്റുവട്ടത്ത് നിന്ന് ഫ്ലാറ്റോ അതൊന്നുമല്ലാത്ത പാറകളും കുന്നും മലയും കായലും ഒക്കെയുള്ള ഗ്രാമം. അതെനിക്ക് എൻ്റെ അടുത്ത ആരെങ്കിലും എൻ്റെ കൊച്ചുമക്കളൊക്കെ ആകുമ്പോൾ, എൻ്റെ മക്കളുടെ മക്കളൊക്കെ ആകുമ്പോൾ ആ സ്ഥലം അവരുടെ മനസ്സിലുണ്ടാവണം എന്ന് വെച്ചിട്ട് ആ സ്ഥലത്തെ ബേസ് ചെയ്താണ് ഞാൻ നോവൽ എഴുതിയിരിക്കണേ. ആ സ്ഥലവും പിന്നെ ഞാൻ കുറച്ച് നാൾ എൻ്റെ ആനേറയിൽ അമ്മയ്ക്കൊരു, അവിടെ എൻ്റെ അമ്മയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്ക് വീടുണ്ട്. അപ്പോൾ അവിടെ ഈ കടത്തിലൂടെ പോകുന്നു, ആക്കുളം കായലിക്കൂട്ടുള്ള യാത്ര, കടത്ത് വെള്ളം യാത്ര, അതൊക്കെ ഒരു ആ ഒറ്റ മുളയിൽ മഞ്ഞ മുളയിട്ട് ഇങ്ങനെ ഗോപിയേശൻ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന വള്ളം, കൂർത്ത ഇങ്ങനെ വെള്ളം, നീളത്തി ഇരിക്കുന്ന വെള്ളം, അതിലിങ്ങനെ നടുക്കെ ഇരുത്തോളൂ തന്നെ, അറ്റത്തിരുത്തിയാൽ ഞാൻ എപ്പോഴും ഈ വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇറങ്ങുന്നെടുത്ത്. അപ്പോൾ അവിടുത്തെ ഒരു പയ്യൻ, അതൊക്കെ എനിക്ക് ഉണ്ട്. എൻ്റെ സ്കൂളിലെ കൂട്ടുകാരുള്ള ഒരു പയ്യനെ തുഴയുന്ന വെള്ളത്തുഴച്ചുകാരനുണ്ട്. അയാൾ എവിടെയോ ഫോട്ടോഗ്രാഫറായിട്ടൊക്കെ പോയി. അപ്പം അങ്ങനെ ഉള്ളവർ. പിന്നെ ആ സ്കൂളിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു പാറക്കൂട്ടമുണ്ട്, അവിടം കഴിഞ്ഞ് വയലിറങ്ങി പിന്നെ കുറച്ച് ചെമ്മൺ പാത, ഒരു ടാർട്ട റോഡെന്ന് പറയുന്ന കുഴിവിള റോഡ്, അതും കഴിഞ്ഞ് നേരെ പള്ളിക്കൂടം, സ്കൂളെന്ന് ഞാൻ പറയുന്നില്ല, പള്ളിക്കൂടം, കുഴിവിള UPS സ്കൂൾ, അവിടെ പഠിച്ച 4 വർഷം. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന കാര്യങ്ങളാണ്. കാരണം തൊട്ടടുത്തുള്ള കൂട്ടുകാരെ കൂടെ സംഘമായിട്ടാണ് പോകുന്നത്, നടന്നു പോകുന്നത്. അന്നൊന്നും നമുക്ക് ഇത്രയും ദൂരം നമ്മൾ നടന്ന് സ്കൂളിൽ പോയി എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മുടെ മക്കളോട് പറയുമ്പോൾ അവർക്ക് വിശ്വാസം തോന്നില്ല. കാരണം അവർക്ക് നടയിൽ സ്കൂൾ ബസ് വരുന്നു, അവർ പോയിട്ടുള്ള അങ്ങനെയാണ്. അവിടെ പറ്റുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്ക് പരിസ്ഥിതിയോ മറ്റ് കാര്യങ്ങളോ മറ്റുള്ളവരുടെ വീടുകളുടെ ചുറ്റുപാടുകളോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവർ കാണുന്ന സ്കൂൾ ബസ്, ഇങ്ങനെ ഇടുങ്ങിപ്പോയി, കാഴ്ചകൾ ഇടുങ്ങിപ്പോയി, അനുഭവങ്ങൾ കുറഞ്ഞു പോയി. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യം ഇരിക്കുന്നത്, നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ നമുക്ക് കണ്ടും അറിഞ്ഞും ഓരോ വീടുകളുടെ ഇതിലൂടെ പോകുമ്പോൾ അവരുടെ വീട്ടിലെ മാങ്ങ പൊഴിയുന്നു, അത് പോയി എടുക്കുന്നു, അപ്പുറത്തെ വീട്ടിലെ ചാമ്പയ്ക്ക എടുക്കുന്നു, കഴിക്കുക. ഇതൊന്നും നമ്മൾ കഴുകിയിട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവിടെ കിടക്കുന്ന അപ്പോൾ തന്നെ വരി എടുത്ത് കഴിക്കുന്നു, നമുക്കൊരു അസുഖമില്ല. നഫീസത്ത് കൊണ്ടുവരുന്ന പുളിങ്കുരു ആണെങ്കിലും, ആര് കൊണ്ടുവന്ന പുളിങ്കുരു ആണെങ്കിലും, മേരി കൊണ്ടുവന്ന പുളിങ്കുരു ആണെങ്കിലും നമുക്കതൊന്നും ഒരു വിഷയമല്ല. അവർ കയ്യിൽ വിയർപ്പിൽ പുതുക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയും പിന്നെ അതൊക്കെയാണ് നമ്മുടെ ഇഷ്ടം. അപ്പം അതൊക്കെയാണ് നമ്മൾ അമൃതോടെ കഴിക്കുന്നത്, ഇല്ലേ? അപ്പം അമൃത് പോലെ നമ്മളത് കഴിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക അനുഭവങ്ങളാണ്. അത് മനസ്സിൽ തന്നെ നിൽക്കുന്ന ഓർമ്മകളാണ്. ആ പള്ളിക്കൂടത്തിൽ പോകുന്നത്, കുളവാഴകൾ പൂത്ത് വയലറ്റ് നിറത്തിൽ നിൽക്കുമ്പോൾ ആ പൂക്കൾ, അതൊക്കെ അതിൻ്റെ മണം, ആ ചേറിൻ്റെ മണം, ഇതൊക്കെ എന്നെ വല്ലാതെ എൻ്റെ മനസ്സിൽ കിടന്ന കാര്യങ്ങളാണ്. അപ്പം എഴുതുമ്പോഴും ഞാൻ അത് തൊട്ടാണ് എഴുതിയത്. ഞാനല്ലെങ്കിലും ഞാനായിട്ട് തന്നെയാണ് എഴുതിയത്. ഞാനല്ലെന്ന് അറിയുകയും വേണം, ഞാനായിട്ട് തന്നെ എഴുതാനും. അങ്ങനെയായിരുന്നു സുഭദ്ര എഴുതുന്നത്. അറിഞ്ഞൊക്കെ സ്ഥലങ്ങൾ, കരയ്ക്കാപ്പുറം എന്ന് പറയുന്നത് നമ്മളിപ്പം കായൽ കഴിഞ്ഞ് ഒരുവാതിൽക്കോട്ട കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആനേറ കഴിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോൾ അവിടെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ കുറേ ഏരിയ അന്ന് അവിടെ വയലാണ്. കടകംപള്ളിക്കൊക്കെ അപ്പുറം ആ വയൽ കടകംപള്ളി പഞ്ചായത്ത്, അതാണ്. ആ വയലേല കഴിഞ്ഞിട്ട് പിന്നെ അക്കരെ പറയുന്നത് കുമാരപുരത്തിൻ്റെ ബാക്ക് സൈഡ് വരും. അപ്പോൾ കരയ്ക്കാപ്പുറം തറവാട് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പള്ളിയൊക്കെ ഞാൻ ഈ നോവൽ എഴുതുന്ന സമയത്ത് പോയി കണ്ട സ്ഥലങ്ങളാണ്. പള്ളിയൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. എനിക്ക് വീടുള്ളതുകൊണ്ട് ഞാൻ അവിടെയും പോയിട്ടുണ്ട്, ഡാൻസ് പഠിക്കാനൊക്കെ അവിടെ പോകുന്നത്. ആ 7 വയസ്സിലൊക്കെ ചേച്ചിയുടെ കൂടെയും അമ്മയുടെ കൂടെയൊക്കെ. അപ്പോൾ അവിടുത്തെ ആ കാഴ്ചകളും കൂടെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോ അന്നത്തെ പരിസ്ഥിതി, അന്നത്തെ ആഹാര രീതി, പിന്നെ കാട്ടുപഴങ്ങൾ. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറേ ഏക്കർ റബ്ബർ മരങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ കുറ്റിക്കാട് പോലെ കാട്ടുപുല്ലുകളും കാട്ടുമരങ്ങളും നിന്ന കാട്. അതൊക്കെ കഴിഞ്ഞിട്ട് അക്കരെ പാറ, കായൽ, നടവഴികൾ, ഇതൊക്കെയായിരുന്നു ആ സ്ഥലം എൻ്റെ ചെറുതിലെ. അപ്പം ആ അവിടെ കിട്ടുന്ന പാഞ്ചിപ്പഴം എന്നൊക്കെ ഞാൻ അത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഞാൻ അനുഭവിച്ചത് തന്നെയാണ് കുഞ്ഞിലെ. അതെ, ഇതിനകത്ത് കുറേ പഴയ പിന്നെ പഴങ്ങളുടെ പേരും ആൾക്കാരുടെ പേരും സ്ഥലങ്ങളുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പൂവൻചിറ എന്നൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ നാട്ടിലുള്ളതാണ്, ഇപ്പോഴും ഉണ്ടെന്ന്. ഇപ്പം ഞാൻ അവിടെ പോകുമ്പോൾ ചോദിക്കുമ്പോൾ പറയും അത് വറ്റിയിട്ടില്ല ഉണ്ടെന്ന്. കാരണം അവിടെ ഈ പുല്ലുകാട്ടിൽ പാറമടയെ കഴിഞ്ഞ് നടുക്കായിട്ട് വരുമ്പോൾ ഒരു കുഞ്ഞ് ചിറയുണ്ട്. ആ വെള്ളം വറ്റാറില്ല, നല്ല തെളിഞ്ഞ വെള്ളം വരും. പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിലും കിണറ്റിൽ വെള്ളം വറ്റിയാലും ആ വേനൽക്കാലത്ത് നമ്മൾ അവിടെ പോകും വെള്ളം കുടിക്കാനെടുക്കാനായിട്ട്. വെള്ളം ഇങ്ങനെ ഊർന്ന് വന്നുകൊണ്ടിരിക്കും, വളരെ തെളിനീരൊഴുകുന്ന പൂവൻചിറ. അതൊക്കെ ഞാൻ ഈ പൂവൻചിറ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ അത് തന്നെയാണ്.
ആണിത്. പിന്നെ പേരുകളെന്ന് പറയുന്നത് ഒരുപാട് കഥാപാത്രങ്ങൾ ജീവിതത്തിൽ കണ്ടവരെയൊക്കെ പേര് വെച്ചിട്ടും അതൊക്കെ ചേർത്തും അന്നത്തെ പേരുകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പുതിയ കാലത്തിലേക്ക് വന്നുവെങ്കിലും എൻ്റെ വളരെ കുഞ്ഞുനാളിലെ കണ്ട കാഴ്ചകൾ വരെ ഒരു 4 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടി ബാക്കിലോട്ടായാൽ എങ്ങനെയിരിക്കും എന്നൊക്കെ ഭാവന ചെയ്തുമാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ വായന പിന്നെ വായിക്കാറുണ്ടോ അതോ വായന കുറവാണോ? വായിക്കാൻ വെച്ചാൽ വീട്ടിനടുത്തൊരു വായനശാലയിൽ നിന്ന് വിജ്ഞാനദായിനി ഗ്രന്ഥശാലയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ അമ്മയ്ക്കും ചേച്ചിമാർക്കൊക്കെ നോവലൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക, പുസ്തകം എടുത്തുകൊണ്ട് കൊടുക്കുക. എൻ്റെ ഞാൻ നീട്ടായിരുന്നു ചെറിയ പ്രായത്തിൽ, കൊച്ചായിരുന്നു, കുറേ ദൂരത്താണ് നടന്നു പോകുമ്പോഴേക്കും. അപ്പോൾ അതിനിടയിൽ എനിക്ക് കിട്ടുന്ന കഥ ബുക്കുകൾ ഞാൻ വായിക്കുമായിരുന്നു. അങ്ങനെ കയ്യിൽ കിട്ടുന്ന എന്തും വായിക്കുന്ന രീതിയിലേക്കാണ് വായന വന്നത്. അല്ലാതെ വളരെ വളരെ ദീർഘവായനയിലായിരുന്നു. കുഞ്ഞു കുഞ്ഞു വായനകൾ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ചർച്ചകളിലൂടെ അച്ഛനും കൂട്ടുകാരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഓരോ സാംബശിവൻ്റെ കഥാപാത്രങ്ങളുടെ കഥകൾ, നോവലുകൾ, അങ്ങനെ അറിഞ്ഞ കഥകൾ അവരുടെ ചർച്ചയിലൂടെ കേട്ട് വളരുന്നത്. നാടകങ്ങൾ കാണാൻ പോകും. നാട്ടിൻപുറത്തായതുകൊണ്ട് നാടകം കാണുക, അതിലൂടെ KPSC നാടകങ്ങളാവട്ടെ, സംഘമിത്ര, ഇങ്ങനെ ഒത്തിരി ഒത്തിരി നാടക സമിതികളുടെ കാളിദാസ കലാവേന്ദ്ര നാടകം, ഇങ്ങനെയൊക്കെ വരുമ്പം അച്ഛൻ്റെ കൂടെയൊക്കെ പോയി കേട്ടിട്ടുള്ള കഥകൾ. വായനയുടെ അറിവിനേക്കാളും ഈ കഥകൾ ഇങ്ങനെ എനിക്ക് കൂടെയാണ് എൻ്റെ ഉള്ളിലെ ബാധിച്ചിട്ടുള്ളത്. ഈ എഴുത്തുകാരിൽ, കഥാകാരന്മാരിൽ, കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? എനിക്ക് മാധവിക്കുട്ടിയെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പറയാൻ ഞാൻ വലിയ വായനക്കാരിയല്ല, ഞാനത് പറയുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു. എന്തോ ഒരു ഇഷ്ടം എനിക്ക് ഭയങ്കര, എന്നുവെച്ചാൽ അവരുടെ ഓരോ എഴുത്തിലും തുറന്ന ഒരു കപടതയില്ലാത്തൊരു എഴുത്ത് തോന്നിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ജീവിതം അതുപോലെ സ്പർശിച്ച് നിൽക്കുന്നുണ്ടോ? ചില ഇഷ്ടങ്ങളൊക്കെ ഞാൻ തുറന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും, അതെന്താ അവരെത്ര ഓപ്പണായിട്ട് അവർ പറയുന്നു, കപടത കാണിക്കുന്നില്ലല്ലോ. കപടത കാണിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയം നേടിപ്പോകുന്നുണ്ട് നീതിയില്ലാതെ. പക്ഷെ കപടതയില്ലാതെ തുറന്നു പറയുന്നവരെ സമൂഹം അംഗീകരിക്കാനും പാടുപെടുന്നുണ്ട്, ഇല്ലേ? അപ്പം ചില കപടതകളൊക്കെ ചിലയിടത്ത് ചെയ്യുന്നവരെക്കാളും സത്യമായിട്ട് പറഞ്ഞവരെ അവരെത്ര നോവ് ഏറ്റിട്ട് പോലും സത്യമായിട്ട് പറഞ്ഞു പോകുന്നവരില്ലേ, അതിലൊക്കെ എനിക്ക് ആരാധന തോന്നിയിട്ടുണ്ട്. അവരുടെ മനസ്സിലെ വികാരങ്ങളൊക്കെ എത്ര ഓപ്പണായിട്ട് പറയുന്നുണ്ട്, എത്ര ഇതായിട്ട് എഴുതുന്നുണ്ട്. അവരൊരു തറവാട്ടിൽ ജനിച്ച് മാധവിക്കുട്ടിയായി വളർന്ന് മാധവിക്കുട്ടിയായി തന്നെ കല്യാണം കഴിച്ച് മാധവിക്കുട്ടിയായി തന്നെ ജീവിച്ചിരിക്കെ പിന്നൊരു പ്രണയം വന്നതിന് ശേഷമാണ് കമല സുരയ്യയാകുന്നത്. അവരുടെ എഴുത്തുകളിലെല്ലാം അവരുടെ ജീവിതഗന്ധിയായ എഴുത്തുകളാണ്. അവരുടെ തറവാടിനെക്കുറിച്ച്, അവരുടെ തറവാട്ടിൽ വന്നുപോയവരെക്കുറിച്ച്, അവരുടെ പ്രണയത്തെക്കുറിച്ച്, ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച്, അതിൻ്റെ സുഖദുഃഖങ്ങളെക്കുറിച്ച് ഒക്കെയാണ് സ്പർശിച്ചിരിക്കുന്നത്. സുഭദ്രയിൽ ഞാനത് പലയിടത്തും ഒരു മിന്നലാട്ടം പോലെ കണ്ടിട്ടുണ്ട്. എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ പറയും, നമുക്കൊരാളോട് ഭയങ്കര ആരാധന, നമ്മൾ അവരെ അനുകരിക്കുന്നതല്ല, ആരാധന നമ്മുടെ മനസ്സിൽ സ്പർശിക്കും. അവരുടെ രീതികൾ, അങ്ങനെ ചില സ്പർശങ്ങൾ എൻ്റെ ഉള്ളിൽ, എൻ്റെ എഴുത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും അതൊരു അനുകരണമാവില്ല, അനുകരിക്കാനും പാടില്ല, പറ്റൂല. അവർക്ക് വലിയ പ്രതിഭാസങ്ങളാണ്. എത്ര എഴുത്തായ എത്ര മനോഹരമായിട്ടാണ് എഴുതുന്നത്. അതുപോലൊന്നും നമുക്കൊരിക്കലും ഇല്ല. നമ്മളിത് ഞാനെന്ന് വെച്ചാൽ ഞാൻ ആദ്യത്തെ നോവൽ ആ ഒരു ഇതിൽ നിന്ന് ഞാൻ എൻ്റെ വളയത്തിൽ എനിക്ക് ബോധമുണ്ട്. എൻ്റെ ചുറ്റുപാടും എൻ്റെ വളയം എത്രയാണെന്നും എൻ്റെ കഴിവുകേടും എനിക്കറിയാവുന്ന ആളാണ്. എനിക്ക് പറയാവുന്നത് പറഞ്ഞു പോകുക, അത് എത്രത്തോളം ലളിതമായിട്ട് ആ ശൈലി എനിക്ക് അവരിൽ ഞാൻ കടം കൊണ്ടിരിക്കാം. ലളിതമായിട്ട് പറയാമെന്ന് വെച്ചാൽ ലളിതമായിട്ട് പറയുക. അറുമുഖം, ആ നോവലിൽ തന്നെ അറുമുഖം മുത്തുലക്ഷ്മിയുടെയൊക്കെ നാട്ടിൻപുറത്ത് കാണിക്കുന്ന ആ ചേഷ്ടകളെല്ലാം അതേപടി എഴുതിയിട്ടുണ്ട്. കള്ള് കുടിച്ചിട്ട് വന്ന് അറുമുഖം ചെയ്യുന്നത്, എന്നാലോട്ട് ഭാര്യയാണ് അവിടുത്തെ, മുത്തുലക്ഷ്മിയാണ് അവിടുത്തെ നേതാവ്. അതിന് ബാക്കിൽ നിൽക്കാനാണ് അറുമുഖം ആഗ്രഹിക്കുന്നത് എപ്പോഴും. മുത്തുലക്ഷ്മി അയാളെ ഭരിക്കുമെങ്കിലും അയാളോട് അമിതമായ സ്നേഹമുണ്ട് അയാളോട്. പക്ഷെ പുള്ളിക്കാരിക്ക് എന്തും ഭർത്താവിനെ പറയാം, മറ്റൊരാൾ പറഞ്ഞാൽ പുള്ളിക്കാരി ഭയങ്കര പ്രശ്നക്കാരിയാവും. അവരുടെ സന്തോഷമാണ് ഞാൻ ആലോചിച്ച് നോക്കണം. അവരുടെ എത്ര സമാനരാണ് അവർ. ചില ജീവിതങ്ങൾ നമ്മൾ നോക്കണം, അവരെത്ര സമാനമായിട്ട് ജീവിതം. അവരുടെ വിദ്യാഭ്യാസവും അതൊന്നും വേണ്ട, അവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം തന്നെയാണ്. എത്ര സമാനരായിട്ടാണ് ചില കുടുംബങ്ങൾ കഴിയുന്നത്. നമുക്കത് ഇന്നും കാണാൻ പറ്റും. നമുക്ക് പലയിടത്തും വിദ്യാഭ്യാസമോ തൊഴിലോ ഒന്നും വേണ്ട, വലിയ പ്രതാപമൊന്നും വേണ്ട, പക്ഷെ അവർ ഈക്വലായിട്ട്
ഒരുപക്ഷെ നമ്മൾ രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്ന ആൾക്കാരാണ്. അതായത് 60കളിലോ 70കളിലോ ജനിക്കുകയും മുന്നോട്ട് ആ പഴയ കാലഘട്ടത്തിൽ ജീവിക്കുകയും 90കൾക്ക് ശേഷം കമ്പ്യൂട്ടർ യുഗത്തിൽ പുതിയ കാലഘട്ടത്തിലേക്ക് ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു തലമുറയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ രണ്ട് തലമുറകളെ? ഞാനിപ്പം നമ്മൾ 70കളിൽ ജനിച്ചവരാണ്. ജനിച്ചിട്ട് ഇപ്പം ഞാൻ എഴുതുന്ന 1919 കാലഘട്ടത്തിലെ സുഭദ്രയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഇത്രയും വർഷം പഴക്കം, അത്രയും മനസ്സതിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ ഭാവനയിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ അപ്പം അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ എല്ലാത്തിനും മാറ്റങ്ങളുണ്ടാകും. ഓരോ തരത്തിലും മാറ്റമുണ്ട്. മാറ്റത്തിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഏതർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിരിക്കും. അന്ന് നമ്മൾ ഒരുപാട് ദൂരം നടന്നും കഷ്ടപ്പെട്ടും പോയി നമ്മൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ നമുക്ക് പാഠമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അത്രയും യാത്രാ ബുദ്ധിമുട്ടുണ്ട്, സൗകര്യങ്ങളുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടത് എന്തോ ഉണ്ട്. എല്ലാ സാങ്കേതിക വളർച്ചയ്ക്കിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. മക്കൾക്ക് ഒക്കെ നമുക്ക് കിട്ടിയ അങ്ങനത്തെ ആ സൗഹൃദം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുക. നമ്മൾ ഓണം വരുമ്പോൾ ഊഞ്ഞാലിട്ട് കൂട്ടുകാരികളൊക്കെ ചേർന്ന് നമ്മൾ ഊഞ്ഞാലാടുന്ന ഒരിത്. ഇന്ന് കുട്ടികൾക്ക് ഓണത്തിന് ഊഞ്ഞാൽ അങ്ങനെ ഒരു ഇതൊന്നും നമ്മളൊരു ഓണത്തിന് എന്തെങ്കിലും വാരികയിൽ ഫോട്ടോ ഇടാനോ അല്ലെങ്കിൽ കോളേജുകളിലോ സ്ഥാപനങ്ങളിലോ ഉണ്ടെന്നുള്ളതല്ലാതെ ഗൃഹാന്തരീക്ഷത്തിൽ പ്രാവർത്തികമല്ല. ഫ്ലാറ്റുകളുടെ ജീവിതം ഇതൊക്കെ ആകുമ്പോൾ നടക്കുന്നില്ല അല്ലേ? അപ്പോൾ അവർക്ക് അതൊക്കെ കാണിച്ച് അതൊക്കെ നമ്മൾ അറിഞ്ഞ അത്രയും ആഹ്ലാദ നിമിഷങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് കയ്യെത്തും ദൂരത്ത് ഇപ്പോൾ ഒരു പ്രണയം, അന്ന് നമ്മുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ അയച്ച് 3 ദിവസം കഴിഞ്ഞ് കിട്ടുള്ളൂ. ലാൻഡ് ഫോൺ തന്നെ ചില വീടുകളുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉള്ളപ്പോൾ അച്ഛൻ അതിൻ്റെ അധികാരിയാണ്. അച്ഛൻ്റെ കിടക്കുന്നതിൻ്റെ അടുത്താണ് ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികൾ 6 പെൺകുട്ടികളായതുകൊണ്ട് ഒരു ഫോൺ വേണം, അച്ഛനിലൂടെ അടുത്ത ആൾക്ക് കിട്ടുകയുള്ളൂ. അച്ഛനടുത്ത് അറ്റൻഡ് ചെയ്ത് മറുപടി പറഞ്ഞ് വെക്കാമെന്ന് വെച്ചപ്പോൾ അവിടെയൊന്നും ഒരു പ്രണയം ഒരാളുമായിട്ട് ഫോണിലൂടെയൊന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇന്നതല്ല, കണ്ട് സംസാരിക്കുക, സ്നേഹിക്കുക, തൊട്ടടുത്ത് വെളിപ്പുറത്തെത്താൻ പറ്റുന്ന വിധത്തിൽ സാങ്കേതിക എല്ലാ അർത്ഥത്തിലുണ്ട്. പക്ഷെ ബന്ധത്തിൻ്റെ ഊഷ്മളത ഉണ്ടോ? അന്നത്തെ അത്രയും വലിയ ഊഷ്മളമായ ബന്ധം കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എല്ലാം ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് ഉപരിപ്ലവമായിട്ട് പോകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും. നല്ല മാറ്റങ്ങൾ വരികയും ചെയ്യും. അതിന് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഈ പെണ്ണെഴുത്തെന്ന് പറഞ്ഞൊരു എഴുത്തുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിപ്പം ചില ഇത് ഞാൻ പറയാം. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ നല്ല നല്ല ആൾക്കാരാണ്, വലിയ പ്രതാപമായിട്ടും വളരെ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരാണ്. പക്ഷേ എൻ്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഈ അസംബന്ധം എഴുതിയാണ് സുഭദ്രയിൽ? അപ്പോൾ സുഭദ്രയിൽ എന്ത് അസംബന്ധമാണ് ഞാൻ എഴുതിയതെന്ന് ഞാൻ ആലോചിച്ചു. എനിക്കതിലൊരു അസംബന്ധവും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അസംബന്ധം എന്താണ്? സംബന്ധം എന്താ? അസംബന്ധം എന്താണ്? മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനിൽ ഉടഞ്ഞിരിക്കുന്ന എല്ലാം അല്ലേ നമ്മൾ എഴുതുന്ന വരുന്നത് നമ്മുടെ ജീവിതത്തിൽ. അതിൽ അസംബന്ധം എന്താണ്? സംബന്ധം എന്താണ്? അപ്പം നമ്മുടെ സമൂഹം കൊടുത്തിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുകൾ, ഒരു ചുറ്റുവട്ടങ്ങൾ, അതാണ് നമ്മളെ പലതിലും നിയന്ത്രിക്കുന്നത്. ഇന്ന് സ്ത്രീധന മരണങ്ങളാവട്ടെ, സ്ത്രീകൾക്ക് അത് ബ്രേക്ക് ചെയ്ത് വന്നാൽ അവളെ എങ്ങനെ സമൂഹം സ്വീകരിക്കും എന്നായിരിക്കും ആ പെൺകുട്ടി ആദ്യം ചിന്തിക്കുന്നത്. ഇഷ്ടം നോ പറഞ്ഞിട്ട് വരണം എന്ന് വിചാരിച്ചാലും ഞാൻ തിരിച്ചു പോയാൽ എൻ്റെ ബന്ധുക്കളുടെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് വിവാഹം ഏർപ്പെടുത്തി വന്നവൾ. പുരുഷനാണ് എഴുതുന്നതെങ്കിൽ അസംബന്ധം എഴുതിയാലും സംബന്ധമായി മാറും. അതൊരു എന്താ പറയുക, നല്ലൊരു വായിക്കാൻ സുഖകരമായ എഴുത്തെന്ന് പറയും. പെണ്ണെഴുതിയാൽ മാത്രമേ അസംബന്ധമാവുള്ളൂ. അതെ, മീശയിൽ അംഗീകരിക്കപ്പെട്ടതാണ്, അവാർഡ് കിട്ടിയതാണ്, പുരസ്കാരം കിട്ടിയതാണ്. പക്ഷേ ഒരു സ്ത്രീ എഴുതുമ്പോൾ അതിനും ആ രീതിയിൽ തന്നെ കാഴ്ചപ്പാടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ എഴുത്ത് മീശ എഴുതുന്നു, അപ്പോൾ അതൊക്കെ എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളതിനോട് യോജിക്കാൻ വിയോജിക്കാം. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ചിലപ്പോൾ പലതിനോടും വിയോജിപ്പായിരിക്കും. പക്ഷെ ഞാനത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പക്ഷെ അത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ആ സമയത്തിരിക്കുന്ന ഭാവന അങ്ങനെയായിരിക്കാൻ ചിന്തിച്ചത്. എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. എഴുതിയത് ആ കാലത്തെ ഒരു സ്ത്രീയുടെയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെയോ അവരുടെ ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ അവരുടെ ബന്ധം, ശാരീരിക ബന്ധം, അതേക്കുറിച്ച് എഴുതുമ്പോഴാണോ അസംബന്ധം എന്ന് പറയുന്നത്? ആയിരിക്കാം, അതായിരിക്കാം പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു രതിയുടെ ഭാവം അത് സ്നേഹമുള്ളിടത്താണ് അതിന് ആനന്ദം വരുന്നത്. അതെ അല്ലേ? സ്നേഹമാണ്. സ്നേഹത്തോടുകൂടി നമ്മളൊരാളെ
സ്നേഹത്തോടുകൂടി അയാളുമായിട്ട് സംബന്ധം അല്ലെങ്കിൽ അയാളുമായിട്ട് കഴിയുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് നമ്മൾ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്നു, മാനസികമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ശരീരത്തിന് അത്രേ ഉള്ളൂ ബാധിക്കുന്നുള്ളൂ. നമ്മളൊരു പ്രണയ വിവാഹം നമ്മൾ കഴിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ അയാൾ എത്ര 2 അടിയൊക്കെ തന്നാലും നമ്മൾ സഹിച്ച് നിൽക്കുന്നത് എന്താ, നമ്മൾ സ്നേഹിച്ച ആൾ, നമ്മളെ ആദ്യം അറിഞ്ഞ ആൾ അല്ലേ. അപ്പം അയാളോട് നമുക്ക് കാണുന്ന ഒരു 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 എത്ര ഇത് പറഞ്ഞാലും ഒരു സ്ത്രീയുടെ ഉള്ളിൽ അയാളോട് കാണുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും, മൃദുലത ഉണ്ടാവും നമ്മുടെ പുരുഷൻ. അപ്പോൾ അതായിരിക്കാം പലപ്പോഴും പുരുഷൻ ദുരുപയോഗം ചെയ്യുന്നത്. സ്ത്രീയെ ആ ഒരു മൃദുലത അവളെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവളെ അടിമയാക്കാൻ ശ്രമിക്കുന്നതും ഉണ്ടാവാം. പക്ഷെ സ്ത്രീകൾക്ക് മിക്കവാറും അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഇതുണ്ടാകും. ഞാനൊരിക്കലും അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഒരു മുസ്ലിം ഫാമിലി, ഈ 10-20 വർഷം വയസ്സിൻ്റെ വ്യത്യാസമുള്ള ഒരു ദമ്പതികൾ വളരെ അവരുടെ ഒരു രതിയുടെ ഒരു ഭാഗം ഞാൻ തൊടാതെ പറഞ്ഞു പോയിട്ടുണ്ട്. അതിനെനിക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ച് അത് നല്ലതെന്ന് പറഞ്ഞതുണ്ട് കേട്ടോ. ഈ അസംബന്ധം എന്ന് പറഞ്ഞവർ മാത്രമല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത് ഏറ്റവും മനോഹരമായിട്ട് അത് സുജയ്ക്കത് കയ്യൊതുക്കത്തിൽ എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു, കൈവിട്ടു പോകാത്ത എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. അങ്ങനെ എഴുതാൻ പറ്റിയതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഞാനൊരിക്കലും അതിനകത്തൊരു വൃത്തികേടെന്നുള്ള രീതിയിലൊന്നും ഞാൻ കാണുന്നില്ല. എന്തോ ഇഷ്ടമുള്ള ഒരാൾ തമ്മിൽ രതി ഇതൊന്നും ആനന്ദമല്ലേ, അത് സന്തോഷമല്ലേ. പുരുഷൻ എന്തും എഴുതാം, സ്ത്രീക്ക് ഇന്നത് മാത്രമേ എഴുതാവൂ എന്നുള്ളൊരു വേർതിരിവ് എഴുത്തിലുണ്ടോ? ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറേ അധികം പേരിൽ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ഉണ്ട്. അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും അത് മാറിയിട്ടൊന്നുമില്ല. എഴുത്തുകളിലും പുരുഷ മേധാവിത്വം ഉണ്ട്. ഈ മൃദുലത പ്രിൻസ് ജിയുടെ മനസ്സിലുള്ള മൃദുലതയാണോ ഈ ഒതുക്കപ്പെട്ടതിനും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ആകപ്പെട്ടതിനൊക്കെ കാരണം എന്ന് തോന്നുന്നത്? പരാജിതയായതിന് ചില സ്ഥലങ്ങളിൽ ഞാൻ പരാജിതയായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഈ ഇമോഷൻസാണ് എന്നെ അങ്ങനെ ആക്കിയത്. എനിക്ക് പലതും നേടാൻ പറ്റുമായിരുന്നു, അതിനകത്തുള്ള എല്ലാ വഴികളും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്നിലേക്ക് ഒതുങ്ങി എന്തിന് എന്ന് ചിന്തിക്കും. എന്തിന് അങ്ങനെ വാങ്ങിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടും, എനിക്ക് സന്തോഷം കിട്ടുന്നു. എനിക്ക് അങ്ങനെ ചിന്തിച്ചൊരു മനസ്സ് ആയതുകൊണ്ട് ഞാൻ വിഷമിച്ചിട്ടുമുണ്ട്, ഞാൻ നന്നായിട്ടുമുണ്ട്. ഒരു പക്ഷേ എന്നിലെ ഒരു നല്ല രീതിയിൽ എനിക്ക് എഴുതാനും മറ്റ് കഴിവുകളിലേക്ക് എനിക്ക് വളരാനും പറ്റിയത് ചിലപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എൻ്റെ മനസ്സിൻ്റെ. അങ്ങനെ വന്നതുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എഴുതുന്നത് എപ്പോഴും ഞാൻ എൻ്റെ ജീവിതമായിട്ട് എനിക്ക് ബന്ധപ്പെട്ടതോ എൻ്റെ കാഴ്ചകളിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടറിഞ്ഞവയായിരിക്കും ശരിക്കും എഴുതി വരുന്നത്. ഇപ്പോൾ ഒരു നോവൽ ഞാൻ എഴുതുകയാണ്. അത് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളെക്കുറിച്ചാണ്. അവർ പക്ഷേ തണൽ ആഗ്രഹിച്ചിട്ട് തണൽ നഷ്ടപ്പെടുന്ന സ്ത്രീകൾ, തണൽ തേടുന്ന സ്ത്രീകൾ, അങ്ങനെയുള്ള സ്ത്രീകളിലൂടെ തന്നെ സ്ത്രീകളെ തന്നെ വെച്ചിട്ട് എഴുതാനാണ് ഞാൻ നോക്കിയത്. അങ്ങനെ ഒരു വരുന്നത് അങ്ങനെയാണ് ഞാൻ വന്നത്. ഈ തണൽ ആഗ്രഹിച്ചിട്ട് തണൽ കിട്ടാത്ത സ്ത്രീകൾ, തണൽ തേടുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒറ്റപ്പെട്ടു പോയവരെ കുറിച്ചാണ് എന്നെ ഭരിക്കുന്നത്. എപ്പോഴും എനിക്കതാണ്. അങ്ങനെ പറയാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പലർക്കും അത് പരിഹാസമായിട്ട് തോന്നും. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അച്ഛൻ്റെ തോളെ തൂങ്ങി നടന്ന കാലം, പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഭർത്താവ് വരുമ്പം അതിൻ്റെ നിഴലായിട്ട് അതിലൊക്കെ ഞാൻ എന്തോ ഒരു സുഖം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ പരാജയമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു പെണ്ണിൻ്റെ ഉള്ളിലുള്ളതാണ്. ഒരാണിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നിൽക്കാം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പെണ്ണ് മിക്കവാറും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യും. നല്ല സ്നേഹമായിട്ട് പെരുമാറുമ്പം നമ്മൾ പിന്നെ അതിനകത്ത് നമ്മളൊന്നും ഡിമാൻഡ് ചെയ്യാൻ ഒന്നും പോകത്തില്ല. ആ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നത് ഒരു സ്ത്രീയുടെ സ്ഥായി ഭാവമെന്നേ ഞാൻ വിചാരിക്കാറുള്ളൂ. ചിലപ്പം വിരുദ്ധാഭിപ്രായങ്ങൾ വന്നേക്കാം. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തന്നെ ഒരു രീതികൾ ഇനി എഴുതാൻ പോകുന്ന എഴുത്തുകളിൽ എങ്ങനെയാണ് ഈ സ്നേഹവും ആർദ്രതയൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റുക? അങ്ങനെ തന്നെ എഴുതുന്നുണ്ട് ഞാൻ. അങ്ങനെ തന്നെ സ്നേഹം, തീർച്ചയായിട്ടും ഒരു സ്നേഹവും ഇതൊക്കെ ആഗ്രഹിക്കാത്ത പെണ്ണില്ല. ആ സ്നേഹത്തിനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ, പക്ഷേ അവർ വിധി വൈപരീത്യം കൊണ്ട് അവർ സമൂഹത്തിൽ ഒറ്റയാകേണ്ടി വരുന്നവർ. സ്നേഹിക്കുന്ന ആൾ, ഒരു പെണ്ണ് സ്നേഹിക്കുന്ന ആൾ അതിന് അർഹനാണോ എന്നുള്ളത്, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റണേ. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അത്രയും അർഹതയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് വേദനയില്ല. നമ്മൾ ചെയ്യുന്നത് ഇതാണെങ്കിൽ പ്രശ്നം. അങ്ങനെയുള്ളൊരു എഴുത്താണ് ഞാനിപ്പോൾ അതിൽ എഴുതുന്നത്. കാരണം അവരെടുത്ത സ്നേഹത്തിൻ്റെ മുമ്പിൽ അന്ധയായി പോകുന്ന സ്ത്രീകളുണ്ട്. ഒന്നും കാണൂല, അന്ധയായി പോകും. ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും ഊർന്ന് പോയി കഴിഞ്ഞിട്ടാവുമ്പം മനസ്സിലാക്കുന്നത്.
അതാണ് എപ്പോഴും സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് സ്ത്രീകളുടെ ആ മാനസികാവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് നല്ലതെന്ന് ഞാൻ പറയില്ല കേട്ടോ. എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് അയച്ചു, എൻ്റെ ചേട്ടൻ പാവോണൻ, ഈ മനസ്ഥിതി ഉള്ളിൽ പെണ്ണെന്ന് പറഞ്ഞാൽ അത് കാണുന്നുണ്ട്. ഇപ്പോൾ പുതിയ തലമുറ പെൺകുട്ടികൾ മാറി വരുന്നുണ്ട്. എന്നാൽ പോലും സ്ത്രീധന മരണത്തിന് കുറവില്ലല്ലോ, പീഡനത്തിന് കുറവുണ്ടോ? മാനസിക പീഡനം ഞാൻ പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ, ആത്മഹത്യ എത്ര നടക്കുന്നു. അതൊക്കെ ഒരു നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് മാറാത്തിടത്തോളം കാലം അന്യൻ്റെ ഇതിനെ വെട്ടിപ്പിടിച്ച് ഞാൻ പ്രതാപശാലിയാവണം, പിന്നെ ഏത് ക്രൈം ചെയ്താലും സമൂഹത്തിൽ ഉളുപ്പില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. എന്ത് ക്രൈമും ചെയ്യാം, പക്ഷെ അവൻ്റെ പ്രതാപം കൊണ്ട് ആ സമൂഹത്തിൽ ലീഡറായിട്ട് മാറുന്നു. അതൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് അങ്ങനെ നിലനിൽക്കും കാലം ഇവിടെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സമകാലികമായിട്ടുള്ള ഒരു വിവാദത്തിന് സ്കോപ്പുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ആത്മകഥ ഇറങ്ങാൻ എത്ര കാലം പിടിക്കും? ഞാൻ ആത്മകഥ ആലോചിച്ചു, ചിലപ്പോൾ ഞാൻ എഴുതണമെന്ന് വിചാരിക്കും, വരട്ടെ കുറേ കാലം കൂടി അങ്ങോട്ട് പൊയ്ക്കോട്ടെ. അങ്ങനെയല്ല, ചിലപ്പോൾ ഞാൻ വിചാരിക്കും കഥയായിട്ട് എഴുതണമെന്നുണ്ട്. അല്ലെങ്കിൽ കുറേ വൈകിയേ ഞാൻ എഴുതുകയുള്ളൂ, കുറേ വൈകിയേ പുറത്തിറക്കുകയുള്ളൂ. എഴുതും, പക്ഷേ ഈ സുഭദ്രയെ പോലെ വീണ്ടും എഴുതുന്ന കഥകളിൽ തീവ്രമായി പ്രതിരോധിക്കാൻ സമൂഹത്തിൻ്റെ അനാചാരങ്ങളെയും സ്ത്രീപക്ഷ വാദങ്ങളെ അംഗീകരിക്കുകയും അതിനുവേണ്ടി പൊരുതുകയും ചെയ്യുന്ന സുഭദ്രമാരെ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഈ കഥയെ രൂപീകരിക്കപ്പെടാൻ, ഈ കഥ ഉള്ളിൽ നിന്ന് പുറത്ത് വന്ന് കയ്യിലൂടെ ഒരു പുസ്തകത്തിലേക്ക് എത്തി, പേപ്പറുകളിൽ നിന്നും പേപ്പറുകളിലേക്ക് മാറ്റി എഴുതി ഒരു പുസ്തകമാക്കി ഇറങ്ങുമ്പോൾ ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളിരുന്ന് വിങ്ങുന്നുണ്ട്. കുറേ സ്ത്രീകളുടെ നഷ്ടബോധങ്ങളുണ്ട്. കുറേ സ്ത്രീകൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അതിനെ അടച്ചിട്ടിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ. അവരിങ്ങനെ പുറത്തേക്ക് ചാടണമെങ്കിൽ വായിക്കണം, ആൾക്കാർ വായിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ അത്തരം എഴുത്തുകളാണ് വരേണ്ടത്. സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അടഞ്ഞു കിടക്കപ്പെടുന്ന സ്ത്രീകൾ, സ്വാതന്ത്ര്യമില്ലാതെ നിൽക്കുന്ന സ്ത്രീകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അടിമത്തം പേറി നടക്കുന്നവർ, അടിച്ചമർത്തപ്പെട്ടവർ, തേച്ചൊട്ടിക്കപ്പെട്ടവർ, ഇവരെല്ലാം പുറത്തേക്ക് വരണം. ചിലപ്പോൾ ആത്മാക്കളാകാം, മരിച്ചുപോയവരാകാം, അവരുടെ ആത്മാക്കളാകാം, ജീവിച്ചിരിക്കുന്ന ജീവശവങ്ങളായിരിക്കാം. അവരൊക്കെ എഴുന്നേറ്റ് വരണം. അങ്ങനെ എഴുന്നേറ്റ് വരാനുള്ള ശക്തി വാക്കുകളിലും എഴുത്തിലും പുസ്തകത്തിലും ഉണ്ടാകണം. ഇതാണ് പ്രേംസുജ. ഭൂതകാലത്തിൻ്റെ നന്മകളെയും തിന്മകളെയും എല്ലാം തന്മയത്വത്തോടെ പറഞ്ഞു വയ്ക്കുന്ന സുഭദ്ര ഇനിയും എഴുത്തിനെ സ്നേഹിച്ച് ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ സത്യങ്ങളിലേക്ക് പേന തിരിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.